أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي صل على النبي محمد منجي الخلائق من جهنم في غديم. അർഹമുറാഹിമായ റബ്ബ്, ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണം റഹ്മാനെ. അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും നീ ജീവിതത്തിൽ വലിയ ബറക്കത്തും വലിയ സന്തോഷവും നീ നൽകണേ അല്ലാ. എല്ലാ ബേജാറുകളും തീർത്ത് റാഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം നൽകണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്നും നാളെയും 2 ദിവസം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ച വിഷയം മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. പണ്ടേനം പാടാറുണ്ട് നഫീസത്ത് മാല എന്നൊക്കെ പറഞ്ഞിട്ട്. ആരായിരുന്നു നഫീസത്തുൽ മിസ്രിയ? വിനയരായ സയ്യിദ് ഹാമിദ് തങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നഫീസത്തുൽ മിസ്രിയ ആരാണ്, കാരണം ആരും പറഞ്ഞു കൊടുക്കാറില്ല അതൊക്കെ. അപ്പൊ ഇന്നും നാളെയും നമുക്ക് മഹദിയായ നഫീസത്തുൽ മിസ്രിയാനെ കുറിച്ച് നന്നായിട്ട് പറയാം. നിങ്ങൾ ശരിക്കും ആ ചരിത്രം കേൾക്കണം. ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. പഠിക്കേണ്ട ഒരു വിഷയമാണ് നഫീസത്തുൽ മിസ്രിയ. അതുകൊണ്ടാണ് പിൻകാല പണ്ഡിതന്മാർ മഹദിയെക്കുറിച്ച് മാല പോലും ഉണ്ടാക്കാനുള്ള കാരണം. നഫീസത്ത് മാല എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരമായിരുന്നു. ഒരു കാലത്ത് പ്രസവവേദന എടുത്താൽ ആ പ്രസവവേദന എടുത്ത പെണ്ണിന്റെ തലയുടെ ഭാഗത്തിരുന്ന് നഫീസത്ത് മാല ഇങ്ങനെ പാടുമ്പോൾ അറിയാതെ കുഞ്ഞ് പുറത്തേക്ക് തെറിച്ച അനുഭവം ഈ സരസിലുള്ള വയസ്സായ ഉമ്മമാരോട് ചോദിച്ചാൽ പറയും. ഞാൻ പിന്നെ തെളിവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ സിറ്റി ഗോൾഡിന്റെ മാലയും മഹാറാണിന്റെ മാലയും സുൽത്താന്റെ മാല ഒക്കെ വന്നപ്പോൾ നഫീസത്ത് മാല മാറ്റി വെച്ചു. ഇപ്പം നമുക്ക് സ്വർണത്തിന്റെ മാല മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നഫീസത്ത് മാല ഒന്നും നമുക്ക് വേണ്ട. ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരാണ് നഫീസത്തുൽ മിസ്രിയ എന്ന് മനസ്സിലാക്കി ആ മഹദിലേക്ക് നമ്മൾ മടങ്ങുകയും നമ്മുടെ ജീവിതം അതുപോലെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ 2 ദിവസത്തെ ക്ലാസ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയ ലോകത്ത് വലിയ സ്ഥാനം നൽകപ്പെട്ടവരുണ്ട്. ഏറ്റവും വലിയ സ്ഥാനമാണ് അമ്പിയാക്കളുടെ സ്ഥാനം. അത് അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് നൽകിയ സ്ഥാനമാണ് നുബുവത്തിന്റെ സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനമാണ് വിലായത്തിന്റെ ഔലിയാക്കന്മാരുടെ സ്ഥാനം. നുബുവത്തിന്റെ സ്ഥാനത്ത് നോക്കിയാൽ അമ്പിയാക്കളെ കൂട്ടത്തിൽ ഒരു നബീനെയും പെണ്ണുങ്ങളെ കാണാൻ കഴിയില്ല. എല്ലാം അമ്പിയാക്കൾ മുഴുവനും പുരുഷന്മാര് മാത്രമാണ്. ഒരു സ്ത്രീയും നബിയായിട്ട് പറഞ്ഞേക്കപ്പെട്ടിട്ടില്ല. കാരണം
നബിമാരുടെ ഡ്യൂട്ടി ദഅവത്താണ്, ദീനീ പ്രബോധനമാണ്. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ്. പെണ്ണുങ്ങൾ അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നബിമാരുടെ കൂട്ടത്തിൽ ഒരു നബിച്ചി ഇല്ല. നേരെ മറിച്ച് ഔലിയാക്കന്മാരെ പദവിയിലെത്തുമ്പോൾ അത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഔലിയാക്കന്മാരെ പദവിയിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് മഹതിയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹ. 2 ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു അൻഹ. 2 സ്ത്രീകളെ ഈ സമൂഹത്തിന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. 2ഉം ഔലിയാക്കന്മാരുടെ പദവിയിൽ കയറിയ വലിയ മഹതിമാരാണ്. അപ്പോ വിലായത്തിന്റെ പദവിയിൽ ആണും പെണ്ണും ഉണ്ട്. ഇഷ്ടംപോലെ സ്ത്രീകളെ ആ പദവിയിൽ എണ്ണിപ്പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, അവിടുത്തെ മകളാകുന്ന ഫാത്തിമ ഉമ്മ, റാബിയത്തുൽ അദബിയ്യ, ഇങ്ങനെയുള്ള ബീവി സുമയ്യ റളിയല്ലാഹു അൻഹുന്ന, ഇങ്ങനെയുള്ള എത്രയോ മഹതിമാര് ചരിത്രം ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. അവരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്ഥാനത്ത് വലിയ ഉന്നതമായ പദവി കരസ്ഥമാക്കിയവരാണ്. അപ്പൊ വിലായത്തിന്റെ സ്ഥാനത്ത് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. കാരണം അത് അമല് കൊണ്ട് അധ്വാനിക്കുമ്പോൾ അള്ളാഹു തആല കൊടുക്കുന്ന പദവിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഓ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു തആല അഭിസംബോധനം ചെയ്യുന്നത് എന്താണ്? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഞാൻ നിങ്ങളെ പടച്ചത് ഒരു ആണിൽ നിന്നാണ്, ഒരു പെണ്ണിൽ നിന്നാണ്. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പടച്ചു. ആരാണ് ഈ ആണ്, ആരാണ് ആ പെണ്ണ്? ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹയുമാണ്. ആ ആണിൽ നിന്ന് പെണ്ണിൽ നിന്നും പടച്ചിട്ട് വജഅൽനാകും ശുഊബൻ വഖബാഇല, നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രക്കാരും വ്യത്യസ്തമായ കബീലക്കാരുമാക്കി മാറ്റി. പല നാട്ടുകാരും പല ഗോത്രക്കാരും പല കബീലക്കാരൊക്കെ മാറ്റി. അതൊക്കെ ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. കാരണം ഇതാരാണ്, ഏത് തറവാടാണെന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്. പക്ഷേ ഖുർആൻ പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും. ഇന്ന അക്രമക്കും, നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ളവർ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ അത്തഖാക്കും, ഏറ്റവും വലിയ തഖ്വ ഉള്ളവരാണ്, ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പടക്കപ്പെട്ടവരാണ് ഇരിക്കുന്ന നമ്മളൊക്കെയും. നമ്മൾ വ്യത്യസ്തമായ ഗോത്രക്കാരാണ്, വ്യത്യസ്തമായ തറവാട്ടുകാരാണ്, വ്യത്യസ്തമായ നാട്ടുകാരാണ്. പക്ഷേ ഏത് തറവാടാണെങ്കിലും ബഹുമാനമില്ല, ഏത് നാട്ടുകാരായാലും ബഹുമാനമില്ല. ബഹുമാനം ഒന്നിന് മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളത് തഖ്വ ഉള്ളവർക്ക് മാത്രമാണ്. അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അവർ തഖ്വയുടെ കണക്കനുസരിച്ച് ഒന്നിനേക്കാൾ ബഹുമാനം ഇങ്ങനെ കൂടി 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 പോവുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്തുമായി ഖുർആനിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? വമൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദക്കരിൻ ഔ ഉൻസാ. ആരെങ്കിലും സ്വാലിഹായ അമലുകൾ ചെയ്താൽ, ആരാ ചെയ്തത്? മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ. അപ്പൊ ആണും പെണ്ണും സ്വാലിഹായ അമല് ചെയ്ത വഹുവ മുഅ്മിൻ, നല്ല ഈമാൻ ഖൽബിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വാലിഹായ അമലുകൾ ചെയ്താൽ ഫൗലൈക യുദ്ഖലൂനൽ ജന്ന, ആ കൂട്ടർ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കും. അവർ സ്വർഗ്ഗത്തിൽ കടക്കും. ആര്? ആണായാലും പെണ്ണായാലും സൽപ്രവർത്തനം ചെയ്ത് ജീവിക്കുന്നവർ അവർ സ്വർഗ്ഗത്തിൽ കടക്കും. അവിടെ ആണിനെ വേറെ പെണ്ണിനെ വേറെ പറഞ്ഞില്ല. ഇബാദത്തിന്റെ പട്ടികയിൽ 2 കൂട്ടരും ഒരുപോലെയാണ്. സ്വാലിഹായ അമൽ ചെയ്താൽ ആണായാലും സ്വർഗത്തിൽ കടക്കും, പെണ്ണായാലും സ്വർഗത്തിൽ കടക്കും. ബഹുമാനം അമലനുസരിച്ചാണ് ബഹുമാനം. ആണുങ്ങൾ മാത്രം എന്ന് പറഞ്ഞില്ല, അപ്പൊ പെണ്ണുങ്ങൾക്കും അവിടെ ബഹുമാനമുണ്ട്. ഇനെത്രയാണ് ആയത്തുകൾ. അതുപോലെ നിങ്ങൾ നോക്ക്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാകട്ടെ പെണ്ണാകട്ടെ ഈമാൻ ഖൽബിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വാലിഹായ അമൽ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ, ഞങ്ങൾ അവർക്ക് നല്ല ജീവിതം കൊടുക്കും. അല്ലാഹു ഖുർആനിൽ പറയാ, ദുനിയാവിൽ നല്ല ജീവിതം കൊടുക്കും, നാളെ പാരിത്രിക ലോകത്തെത്തിയാൽ അവിടെയും നല്ല ജീവിതം അല്ലാഹു അവർക്ക് കൊടുക്കും. പോരാ, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, നല്ല പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ നല്ല പ്രതിഫലം അവർക്ക് അല്ലാഹു തആല കൊടുക്കും.
ഇങ്ങനെ പറഞ്ഞ് ആണായാലും പെണ്ണായാലും ഈമാന് ഖൽബിൽ ഉറപ്പിച്ച് സ്വാലിഹായ അമൽ ചെയ്താൽ നമ്മൾ അവർക്ക് പ്രതിഫലം കൊടുക്കും എന്ന് ഖുർആൻ പറയാ. അവ സ്വാലിഹായ അമൽ ചെയ്തിട്ട് ഉന്നതമായ പദവിയിലെത്തുന്ന വിഷയത്തിൽ ആണും പെണ്ണും തുല്യമാണ്. ആണിനിക്കും ആ വലിയ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയും, പെണ്ണിനിക്കും ആ വലിയ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഔലിയാക്കന്മാരെ പട്ടികയിൽ എത്രയോ വലിയ വലിയ മഹതിമാരെ കാണാം. ആ മഹതിമാരെ ബർക്കത്തുകൊണ്ട് നമ്മളെയും നീ നല്ലവരിൽ പെടുത്തി തരണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പോ അള്ളാഹുവിലേക്ക് അടുക്കാൻ വിചാരിച്ചാൽ ആണിനിക്കും അടുക്കാൻ കഴിയും, പെണ്ണിനിക്കും അടുക്കാൻ കഴിയും, ആണുങ്ങൾക്ക് മാത്രമല്ല. ഇനി നോക്ക് നിങ്ങൾ, ഖുർആൻ എത്രയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. എത്രയോ ആയത്തുകളിൽ കാണാം സ്വാലിഹായ അമൽ ചെയ്താൽ യുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. സ്വാലിഹായ അമൽ ചെയ്യുന്ന ആണും പെണ്ണും നമ്മളവരെ സ്വർഗത്തിൽ കടത്തും. അല്ലാഹു പറയാ, നമ്മളവരെ സ്വർഗത്തിൽ കടത്തും. ഏതാ സ്വർഗം? ജന്നാത്തു അദ്നിൻ, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിഭാഗങ്ങളിലൂടെ വലിയ വലിയ പുഴകൾ ഒലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്വർഗീയ തോട്ടങ്ങൾ. ആ തോട്ടത്തിൽ ഞങ്ങൾ ആണിനെയും പെണ്ണിനെയും കടത്തും സ്വാലിഹായ അമൽ ചെയ്താൽ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഈ പറയുന്നതിന്റെ ആകത്തുക, അമല് ചെയ്താൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആണിനിക്കും കഴിയും, പെണ്ണിനിക്കും കഴിയും. അതുകൊണ്ടാണ് ആണുങ്ങളെ കൂട്ടത്തിലും വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കന്മാരെ കാണാം, പെണ്ണുങ്ങളെ കൂട്ടത്തിലും വലിയ വലിയ മഹതിമാരെ കാണാം. നിങ്ങൾ ഇവിടെ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദ് താഹിർ തങ്ങൾ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ മദദ് ഞങ്ങൾക്ക് ഇനി നൽകണം റഹ്മാനെ. തൊട്ടടുത്ത് അവിടുത്തെ ഭാര്യ കിടക്കാൻ, അല്ലെ, വലിയ മഹതിയായ ഉമ്മ തൊട്ടടുക്ക മക്കാമിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഉമ്മ വലിയ മഹതിയാണ്, സയ്യിദത്താണ്, ബീവിയാണ്. അതിനു പുറമെ ഇബാദത്ത് കൊണ്ട് വല്ലാത്ത സൂക്ഷ്മതയിൽ ജീവിച്ചൊരു മഹതിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ ചാരത്ത മക്ബറിൽ കിടക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് എത്ര മഹാന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടിട്ടില്ലേ, പൊയ്യത്തവയിലൊക്കെ മണവാട്ടി ബീവി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പൈക്കത്ത് മണവാട്ടി ബീവി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അങ്ങനെയുള്ള ചില മഹതിമാരും നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ എത്രയോ ഉണ്ട്. അവരിൽപ്പെട്ട വലിയ മഹതിയാണ് മഹതിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. നഫീസത്തുൽ മിസ്രിയ അല്ലാഹു വലിയ പദവി കൊടുത്ത മഹതിയാണ്. അതിന് പുറമെ ഞാനിപ്പോൾ തങ്ങൾ ഉസ്താദിന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു, ബീവിയാണ് എന്ന് പറഞ്ഞു. വലിയ ഇബാദത്ത് കൊണ്ട് അള്ളയിലേക്ക് അടുത്ത മഹതിയാണെന്ന് പറഞ്ഞു. നഫീസത്തുൽ മിസ്രിയ ബീവിയാണ്, സയ്യിദത്താണ്, റസൂലുള്ളാഹിന്റെ പേരമക്കളിൽപ്പെട്ട പുള്ളികളിൽപ്പെട്ട ആളാണ്. ഇനി നിങ്ങൾ നോക്ക്, ഈ നഫീസത്തുൽ മിസ്രിയ ആരാണ്? അസ്സയ്യിദത്തു നഫീസത്തുൽ മിസ്രിയ ബിൻത് അസ്സയ്യിദ് ഹസൻ അൽ അൻവർ. അസ്സയ്യിദ് അൽ അൻവർ എന്നാണ് ബാപ്പന്റെ പേര്. അവിടുത്തെ ബാപ്പ അസ്സയ്യിദ് സയ്യിദുൽ അബ്ലജ് എന്നാണ് അവിടുത്തെ ബാപ്പ. അവിടുത്തെ ബാപ്പ ഹസനുസ് സിബ്ത് എന്നാണ്. അവിടുത്തെ ബാപ്പ അലി ബിൻ അബി താലിബ് തങ്ങളാണ്. റസൂലുള്ളാഹിന്റെ പുതിയാപ്പളയായ അലി ബിൻ അബി താലിബ് തങ്ങളുടെ മകനായ ഹസനുസ് സിബ്ത്, ഹസൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകനായ സയ്യിദുൽ അബ്ലജ്, അവിടുത്തെ മകനായ ഹസനുൽ അൻവർ, അവിടുത്തെ മകളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ. റസൂലുള്ളാഹിന്റെ മകളാകുന്ന ഫാത്തിമ ഉമ്മ, ഫാത്തിമയുടെ ഭർത്താവ് ഹസൻ തങ്ങള്. അപ്പൊ ഹസന്റെയും ഫാത്തിമയുടെ മകനാണ് ഹസൻ എന്ന് പറയുന്ന മകൻ. ആ ഹസൻ എന്നവരുടെ മകനാണ് സയ്യിദുൽ അബ്ലജി എന്ന് പറയുന്ന ആൾ. അവരുടെ മകനാണ് ഹസനുൽ അൻവർ എന്ന് പറയുന്ന ആൾ. അവരുടെ മകളാണ് നഫീസത്തുൽ മിസ്രിയ. അപ്പൊ റസൂലുള്ളാഹിന്റെ നാലാമത്തെ പേരക്കുട്ടി, നാലാമത്തെ പുള്ളി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിയുമായി വളരെ കാലം അടുത്തുള്ള ഉമ്മയാണ് നഫീസത്തുൽ മിസ്രിയ. ഹബീബായ തങ്ങൾ വഫാത്തായിട്ട് ചില്ലറ കൊല്ലം കഴിയുമ്പോൾ, ഏകദേശം 100-100 ചില്ലറ കൊല്ലത്തിനിടയിൽ പ്രസവിക്കപ്പെട്ട പെണ്ണാണ്. ചരിത്രത്തിലൊക്കെ വരാം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഇനി നിങ്ങൾ നോക്ക്, ആ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പന്റെ പേര് ഹസനുൽ അൻവർ എന്നാണ്. അവിടുത്തെ ബാപ്പ സയ്യിദുൽ അബ്ലജ് എന്നാണ്. ഈ സയ്യിദുൽ അബ്ലജ് എന്ന് പറയുന്ന ഉപ്പാപ്പന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നഫീസത്തുൽ മിസ്രിയക്ക് ഇങ്ങനെ കടന്നു വരാൻ, ആ ചരിത്രത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ. ബഹുമാനപ്പെട്ട അന്നൽ ഇമാമ സയ്യിദുൽ അബ്ലജ്. സയ്യിദുൽ അബ്ലജ് എന്ന് പറഞ്ഞാൽ ആരാ? നഫീസത്തുൽ മിസ്രിയാന്റെ ഉപ്പാപ്പ, ബാപ്പന്റെ ബാപ്പ. ഈ ബാപ്പ തന്റെ മകനായ അസ്സയ്യിദുൽ അൻവർ എന്ന് പറയുന്ന തങ്ങള്, അഥവാ നഫീസത്തുൽ മിസ്രിയാന്റെ ഉപ്പ,
അവനെ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പയാകുന്ന ഹസനുൽ അൻവർ, അവിടുത്തെ ഉപ്പയാകുന്ന സയ്യിദുൽ അബ്ലജ്, ഈ സയ്യിദുൽ അബ്ലജ് എന്ന് പറയുന്ന ബാപ്പ മകനാകുന്ന ഹസനുൽ അൻവർ തങ്ങളെ യഖുദു ബിയദി വലദിഹി അൽ ഹസൻ, ഉപ്പ തന്റെ മകന്റെ കൈയും പിടിച്ചിങ്ങനെ പോകുന്നു. എവിടത്തേക്കാ പോകുന്നത്? വയദ്ഖുലു ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പയാകുന്ന ഹസനുൽ അൻവർ എന്ന് പറയുന്ന ബാപ്പനെ അവിടത്തെ ഉപ്പയാകുന്ന സയ്യിദുൽ അബ്ലജ് റളിയല്ലാഹു അൻഹു ഈ ഉപ്പ തന്റെ മകനെയും കൈ പിടിച്ചുകൊണ്ട് യദ്ഖുലു ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഇങ്ങനെ കടക്കുന്നു. ആരി? ഉപ്പാപ്പ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പയാകുന്ന ഹസനുൽ അൻവർ എന്ന് പറയുന്ന തങ്ങളെയും കയ്യിൽ പിടിച്ചിട്ട് നേരെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ഇങ്ങനെ പോകുന്നു. വയഖൂലു, എന്നിട്ട് പോയി പറയും, യാ സയ്യിദി യാ റസൂലല്ലാഹ്. സയ്യിദുൽ അബ്ലജ് എന്ന് പറയുന്ന ബാപ്പ തന്റെ മകനാകുന്ന ഹസനുൽ അൻവറിന്റെ തങ്ങളെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകും. പോയിട്ട് റസൂലുള്ളാഹിനോട് പറയും, ഓ നബിയേ, അതാ വലദി, ഹസനുൽ അൻവർ എന്റെ മോനാണ്, ചെറിയ കുട്ടിയാണ്. നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് അവിടുത്തെ ബാപ്പ സയ്യിദുൽ അബ്ലജ് ഹസനുൽ അൻവർ തങ്ങളെ റസൂലുള്ളാഹിന്റെ റൗദയിൽ കൊണ്ടുപോയിട്ട് പറയും, അതാ വലദി, ഇതെന്റെ മോനാണ് നബിയേ, ഹസൻ എന്നാണ് പേര് നബിയേ, അന അൻഹു റാദിൻ, ഇത് ഞാൻ തൃപ്തിപ്പെട്ട മോനാണ് നബിയേ, ഞാൻ തൃപ്തിപ്പെട്ട മോനാണ്. സുബ്ഹാനല്ലാഹ്. മകനെയും കൂട്ടിയിട്ട് ഉപ്പ, നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പനെയും കൂട്ടിയിട്ട് അവിടുത്തെ ഉപ്പാപ്പ സയ്യിദുൽ അബ്ലജ് എന്ന് പറയുന്നവര് നേരെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ഇങ്ങനെ പോകും. തുമ്മയർജിഉ, ഇതെന്റെ മോനാണ്, ഞാൻ തൃപ്തിപ്പെട്ട മോനാണ് എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരും. വയൻസരിഫു, എന്നിട്ട് പിരിഞ്ഞിട്ട് പോകും. ഫലമ്മാ കാന ഫീ ബഅദിൽ ലയാലി, അങ്ങനെ കുറെ ദിവസമായി മകനെയും കൂട്ടിയിട്ട് ഉപ്പ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി കുറെ ദിവസം പോയി റസൂലുള്ളാഹിന്റെ റൗദയിൽ ഇത്രേ പറയുന്നുള്ളൂ, നബിയേ, ഇതെന്റെ മോനാണ്, ഞാൻ എന്റെ പൊരുത്തമുള്ള മോനാണ്, ഇതെന്റെ മകനാണ്, എന്റെ പൊരുത്തമുള്ള മകനാണ്, ഇത്രയേ സയ്യിദുൽ അബ്ലജ് പറയുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ കടന്നുറങ്ങുന്നു. ആര്? ബാപ്പയാകുന്ന സയ്യിദുൽ അബ്ലജ് കടന്നുറങ്ങുന്നു. അപ്പോഴാണ് ഫറഅൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ അബ്ലജ് എന്ന് പറയുന്ന നഫീസത്തുൽ മിസ്രിയാന്റെ ഉപ്പാപ്പ അതാ സ്വപ്നം കാണുന്നു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. വഹുവ യഖൂലു ലഹു, റസൂലുള്ളാഹി തങ്ങൾ സയ്യിദുൽ അബ്ലജിനെ വിളിച്ചിട്ട് പറയുന്നു, യാ സയ്യിദ്, ഓ സയ്യിദുൽ അബ്ലജ് തങ്ങളെ, ഇന്നി റാദിൻ അൻ വലദിക അൽ ഹസൻ ബിരിളാക അൽഹു, നിങ്ങളെ മകനാകുന്ന ഹസനുൽ അൻവറിനെ കൊണ്ടുവന്നിട്ടല്ലേ എന്നോട് പറഞ്ഞത് ഇതെന്റെ തൃപ്തിയുള്ള മകനാണ് എന്ന്. എന്നാൽ നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ആ കുഞ്ഞിനെ ഞാനും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പയാകുന്ന ഹസനുൽ അൻവറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, നിങ്ങളെ മകനെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്തേ കാരണം? നിങ്ങൾ തൃപ്തിപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് ഞാനും തൃപ്തിപ്പെട്ടു പോയി. അങ്ങനെ സുബ്ഹാനല്ലാഹ് കുറെ കാലം കഴിഞ്ഞു. അതാ തീർന്നില്ല. വൽ ഹഖ് സുബ്ഹാനഹു വ തആല റാദിൻ അൻ ബിരിളായ അലൈഹി, ഞാൻ തൃപ്തിപ്പെട്ടതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഓ സയ്യിദുൽ അബ്ലജ് തങ്ങളെ, നിങ്ങൾ തൃപ്തിപ്പെട്ടതുകൊണ്ട് ഞാനും നിങ്ങളെ മകനെ തൃപ്തിപ്പെട്ടു. ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ട് നിങ്ങളെ മോനെ അള്ളയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ തൃപ്തിപ്പെട്ടു റസൂലുള്ളാഹിയാകുന്ന ഞാൻ തൃപ്തിപ്പെട്ടപ്പോൾ നിങ്ങളെ മകനാകുന്ന ഹസനുൽ അൻവറിനെ റസൂലുള്ളാഹി അള്ളയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഫലമ്മാ നശഅൽ ഹസനു, പിന്നെ ഹസനുൽ അൻവർ എന്ന് പറയുന്ന നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ അങ്ങനെ വളർന്നു, വലുതായി, കല്യാണം കഴിച്ചു. ഹസനുൽ അൻവർ കല്യാണം കഴിച്ചു. അതാ ഒരു മകൾ പ്രസവിച്ചു. ആ മകളെ പേരാണ് നഫീസ. ആ മോളെ പേരാണ് നഫീസ. ഈ ഹസനുൽ അൻവർ എന്ത് ചെയ്തെന്നറിയോ? തന്റെ ബാപ്പ തന്നെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ, അതുപോലെ ഹസനുൽ അൻവർ ആകുന്ന തങ്ങള് തന്റെ കുട്ടിയാകുന്ന നഫീസത്തുൽ മിസ്രിയാനെ കൂട്ടിയിട്ട് റൗദയിലേക്ക് പോകാൻ തുടങ്ങി.
നേരത്തെ ബാപ്പ മൂപ്പറ കൊണ്ടുപോയതുപോലെ തന്നെ മൂപ്പർ തന്റെ മകളെയും കൂട്ടിയിട്ട് റൗദയിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അല്ലാഹ് കാന യഖുദു ബിയദിഹാ, ഹസനുൽ അൻവർ തങ്ങള് തന്റെ മകളാകുന്ന നഫീസത്തുൽ മിസ്രി എന്ന കുഞ്ഞിനെ കൈയും പിടിച്ചിട്ടതാ പോകുന്നു. വയദ്ഖുലു ബിഹാ ഇലാ ഖബ്രി ശരീഫ്, നേരെ പോയി റൗദയിലേക്ക് അങ്ങ് കടക്കുകയാണ്. റൗദ ശരീഫിൽ പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി റാദിൽ അൻ ബിൻതി നഫീസ, എന്റെ മോളാകുന്ന നഫീസയെ തൊട്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് നബിയേ. ബാപ്പ കൊണ്ടുപോയി ഓറെ പറഞ്ഞതുപോലെ തന്നെ ഓർ തന്റെ മകളെയും കൊണ്ടുപോയിട്ട് പറയാണ്, ഞാൻ എന്റെ മോളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് നബിയേ. അങ്ങനെ പോയി അത്രമാത്രം മക്ബറയിൽ പറയും. റസൂലുള്ളാഹിന്റെ റൗദയിൽ പോയിട്ട് പറയും, വേറൊന്നും പറയില്ല. ഇത്ര പറഞ്ഞിട്ട് ഈ ബാപ്പ മടങ്ങി വരുമോ, യർജിഉ, അങ്ങനെ മടങ്ങി വരും. ഫമാസാല യഫ്അലു, അങ്ങനെ കുറെ കാലം ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ഹസനുൽ അൻവർ നഫീസത്തുൽ മിസ്രിയാനെ കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് പോകുന്നു. കുറെ കാലം പോയി. ഫമാസാല യഫ്അലു ഹത്താ റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, അങ്ങനെ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു ഹസനുൽ അൻവർ എന്നവര്. വഹുവ യഖൂലു, റസൂലുള്ളാഹി ഹസനുൽ അൻവറിനോട് പറയുന്നു, യാ ഹസൻ, ഓ ഹസനുൽ അൻവർ തങ്ങളെ, അനറാദിൻ അൻ ബിൻതിക നഫീസ ബിരിളാക അൻഹാ, നിങ്ങളെ മകളാകുന്ന നഫീസനെ തൊട്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തൃപ്തിപ്പെട്ടതുപോലെ ഞാനും നിങ്ങളെ മകളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വൽ ഹഖ് സുബ്ഹാനഹു വ തആല റാദിൽ അന്നാ ബിരിളായ അൻഹാ, നിങ്ങളുടെ മകളാകുന്ന നഫീസനെ ഞാൻ തൃപ്തിപ്പെട്ടതുകൊണ്ട് അള്ളയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ ചെറിയ മോളാകുന്ന നഫീസത്തുൽ മിസ്രിയാനെ റസൂലുള്ളയാകുന്ന ഞാനും തൃപ്തിപ്പെട്ടു. ഞാൻ തൃപ്തിപ്പെട്ട കാരണം കൊണ്ട് അള്ളയും തൃപ്തിപ്പെട്ടു. ഹസനാകുന്ന ബാപ്പയാകുന്ന നിങ്ങളും തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ 3 പൊരുത്തം ലഭിച്ച പെണ്ണ് ആര്? നഫീസത്തുൽ മിസ്രിയ. 1 സ്വന്തം ബാപ്പയാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം, 2 റസൂലുള്ളാഹിന്റെ പൊരുത്തം, 3 അല്ലാഹുവിന്റെ റിള പൊരുത്തം കിട്ടിയ പെണ്ണ്. കുട്ടിക്കാലത്ത് തന്നെ റസൂലുള്ളാഹിന്റെ റൗളന്ന് വിളിച്ചു പറഞ്ഞ് പൊരുത്തം വാങ്ങിയ പെൺകുട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ബീബി നഫീസത്തുൽ മിസ്രിയ. ആ മഹദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണേ റഹ്മാനെ. പ്രത്യേകിച്ചും നമ്മളെ ഉമ്മമാരെ നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും സ്വാലിഹത്തായ ഉമ്മമാരിൽ നീ പെടുത്തണേ റഹ്മാനെ. ഇനി നോക്കൂ നിങ്ങൾ, അങ്ങനെ ഹസനുൽ അൻവർ എന്ന് പറയുന്ന സയ്യിദവർക്ക് ഒരു മോള് പ്രസവിച്ചു. ആ മോളെ പേരാണ് നഫീസ. മിസ്രിയ പിന്നെ കിട്ടിയ പേര്, ഞാൻ അവിടത്തേക്ക് വരാം. പേര് നഫീസ എന്നാണ്, മിസ്രിയ പിന്നെ കിട്ടിയ പേരാണ്, അത് പിന്നെ പറയാം. അങ്ങനെ നഫീസ എന്ന കുട്ടി, ഈ കുട്ടിന്റെ ബാപ്പയാരാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഹസനുൽ അൻവർ. റസൂലുള്ളാഹിന്റെ മകളാകുന്ന ഫാത്തിമ, ഫാത്തിമന്റെ കുട്ടിയാകുന്ന ഹസൻ, അവരെ കുട്ടിയാകുന്ന സെയ്ദ്, അവരെ കുട്ടിയാകുന്ന ഹസൻ, അവരെ മോളായ നഫീസത്തുൽ മിസ്രിയ. അവർ റസൂലുള്ളാഹിന്റെ പുള്ളിന്റെ പുള്ളി, ചള്ളി, നമ്മുടെ നാട്ടിൽ ചള്ളി എന്ന് പറയും അല്ലെ, ചള്ളി. ഇനി ഈ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പാരാണ്? ഹസനുൽ അൻവർ. അവരാരാ? ബാപ്പനെ കുറിച്ച് പറയണ്ടേ. നോക്കൂ നിങ്ങള്, മക്കളൊക്കെ നന്നാകണമെങ്കിൽ നമ്മൾ കുറച്ച് നന്നാകണം. ഞമ്മത് വരക്കുന്ന നമ്മളെ മക്കളെ സ്വാലിഹാക്കണേ പഠിച്ചോളെ. നമ്മളെ കഥ എന്ത് അല്ലെ? നമ്മള് നന്നായാലല്ലേ മക്കള് നന്നാവുള്ളൂ. അതുകൊണ്ടല്ലേ അൽക്കാഫ് സൂറത്തിൽ പറഞ്ഞില്ലേ, വക്കാന അബൂഹുമാ സ്വാലിഹൈൻ എന്നൊക്കെ പറഞ്ഞത് കാണാം അൽക്കാഫ് സൂറത്തിൽ. എന്താ? അന്താക്കിയ നാട്ടില് പണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഖദർ നബി അലൈഹി സ്വലാം പോയ ചരിത്രമുണ്ട് അൽക്കാഫ് സൂറത്തിൽ. വെള്ളിയാഴ്ച ഓതുന്ന അൽക്കാഫ് സൂറത്തില് അവിടെ ഇങ്ങനെ അന്താക്കിയ നാട്ടിൽ പോയപ്പോ വെള്ളം ചോദിച്ചു, കൊടുത്തില്ല. കുടിക്കാൻ വെള്ളം കൊടുത്തില്ല. മൂസാ നബി 110 ചൂട്ടിലാണ് ഉള്ളത്. ഖദർ നബി മൂസാ നബി ഇങ്ങനെ പോവാൻ, ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. കുറെ അങ്ങെത്തുമ്പോ വലിയൊരു മതില്, പടുങ്കുറ്റം മതില്. ആ മതിലിങ്ങനെ ബുകാനായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. ആ ചെരിഞ്ഞ മതിലിനെ ഖദർ നബി കൈ കൊണ്ടൊരു തട്ട് കൊടുത്തു. അത് നേരായിട്ട് ഇങ്ങനെ നിർക്കനെ നിന്ന്
മൂസാ നബി ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? കുടിക്കുന്ന വെള്ളം തരാത്ത, ഒരു ബിരുന്ന് സൽക്കരിക്കാൻ അറിയാത്ത അന്താക്കിയ നാട്ടുകാർ ഓരോ മതിലിനെ നേരെയാക്കി. അവർ വീട്ടിൽ ചത്തിട്ട് പണഞ്ഞു പറയും, നമ്മളെ കാസർഗോഡത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ആ മതിൽ എന്തിനാ നേരെയാക്കി കൊടുത്തേന്ന് വെച്ച്. അപ്പൊ ഖദർ നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതിന്റെ അകത്ത് 2 യതീമക്കളെ സ്വത്തുണ്ട്. ആ യതീമക്കളെ ബാപ്പ ഒക്കാൻ അബൂഹുമാ സ്വാലിഹൈൻ, അങ്ങനെ അബൂഹും അങ്ങനെ എന്തോ ആയത്ത്. ഓരോ ബാപ്പ സ്വാലിഹായ ബാപ്പയായിരുന്നു. സ്വാലിഹായ ബാപ്പന്റെ മക്കളെ സ്വത്തുണ്ട് അതിന്റെ അടിയിൽ. അത് വീണാൽ ആ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാണ് നന്നാക്കിയത്. പറഞ്ഞ വാക്കുണ്ടോ, സ്വാലിഹായ ഉപ്പാന്റെ മക്കള് എന്നാ പറഞ്ഞ. അപ്പൊ എന്ത് വേണം? നമ്മളൊക്കെ മക്കള് നന്നാണ്, ഞമ്മ കുറച്ചൊക്കെ സാലിയാണോ? ഞമ്മ 24 മണിക്കൂർ മൊബൈലും കയ്യിൽ പിടിച്ചിട്ട് ആടെങ്ങനെ സീരിയലും കണ്ടിട്ട് മക്ക സ്വാലിയാക്കണേ പഠിച്ചോണേ, കക്കാ പോണം കിട്ടു. അത് നടക്കുന്ന പരിപാടിയല്ല. എന്നാൽ നിങ്ങൾ നോക്കി, നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പാര ഹസനുൽ അൻവറാണ്, അവരെ ബാപ്പാര സെയ്ദുൽ അബ്ലജാണ്, അവരെ ബാപ്പാര ഹസനു സിബ്താണ്, അവരെ ബാപ്പാര അലി ഇബ്നു അബീ താലിബ് തങ്ങളാണ്. ഓരൊക്കെ ആരാ? വലിയ 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 പർവ്വതം പോലെ ഓത്ത മഹാന്മാരല്ലേ. അവരിൽ ജനിച്ച മഹരിയാണ് നഫീസത്തുൽ മിസ്രിയ. കാന വാലിദുഹാ, നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ അസ്സയ്യിദ് ഹസനുൽ അൻവർ എന്ന് പറയുന്ന ബാപ്പ ഇമാമൻ അദീബൻ, വലിയ ഇമാമായിരുന്നു, നാട്ടിൽ അറിയപ്പെട്ട വലിയ ഇമാമായിരുന്നു. ആലിമൻ മിൻ കിബാരി അഹ്ലിൽ ബൈത്ത്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ബഡ ആലിം ഹേ, വലിയ ആലിമാണ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ അൻവർ എന്ന് പറയുന്നവര് മഅദൂദൻ മിനത് താബിഈൻ, താബീങ്ങളിൽ എണ്ണപ്പെട്ട ആളാണ്. റസൂലുള്ളാഹിനെ കണ്ടവരെ പേര് സ്വഹാബത്ത് എന്നാണ്. റസൂലുള്ളാഹിനെ കണ്ടവരെ പേര് സ്വഹാബത്ത് എന്നാണ്. ആ സ്വഹാബത്തിനെ കണ്ടവരെ പേരാണ് താബിഈ എന്ന് പറയുന്നത്. ഈ ബാപ്പ താബീങ്ങളിൽപ്പെട്ട ആളാ, അവ സഹാബത്തിനെ കണ്ട ആളാണ്, താബീങ്ങളിൽപ്പെട്ട ആളാണ്. കാന വാലിയൻ അലൽ മദീന, മദീനയിലെ ഭരണാധികാരിയായിരുന്നു, മദീനയിലെ ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ബാബു ജാഫർ അൽ മൻസൂർ എന്ന് പറയുന്നവര് ഭരണം നടത്തുന്ന കാലത്ത് മദീനയിലെ ഭരണാധികാരിയായിരുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ അൻവർ എന്ന് പറയുന്ന ബാപ്പ അങ്ങനെ വലിയ മഹാനായിരുന്നു ഹസനുൽ അൻവർ. ഇനിയോ ഈ ഹസനുൽ അൻവർ തങ്ങൾ ആരാണ്? മഹാന്മാര് രേഖപ്പെടുത്തുന്നു, വകാനൽ ഹസനുൽ അൻവർ, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ മുജാബുദ് ദഅവ, മുജാബുദ് ദഅവ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. എന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ ഉത്തരം കിട്ടും. എന്തേ? ഒന്ന് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ സയ്യിദാണ്, രണ്ട് വലിയ ആലിമാണ്, 3 വലിയ ആബിദാണ്. സുബ്ഹാനല്ലാഹ്, വലിയ മഹാനാണ്. അതുകൊണ്ട് തന്നെ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ മുജാബുദ് ദഅവ, ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാനാണ്, മുജാബുദ് ദഅവത്താണ്, ഉത്തരം കിട്ടുന്ന ആളാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പൊ ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാന്മാരിൽപ്പെട്ടവരാണ് നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ. ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. അങ്ങനെ അതാ മഹാന്മാര് പറയുന്നു, മർറത്ത് ബി ഇംറാത്തുൽ, അതാ ഒരു പെണ്ണ്, ആ സംസാരിക്കരുത്. ഹസനുൽ അൻവർ എന്ന് പറയുന്ന ബാപ്പ, നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ, ആ ബാപ്പ ഉണ്ടല്ലോ, ബാപ്പ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മർറത്ത് ബിഹി ഇംറാത്തുൻ, അതിലൂടെ ഒരു പെണ്ണിങ്ങനെ വിട്ടുകിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, വമഅഹാ വലദുഹാ, ഈ പെണ്ണിന്റെ കയ്യിൽ പെണ്ണിന്റെ കുട്ടിയുണ്ട്. അങ്ങനെ കുട്ടി ഉണ്ടാകുമ്പോ കുട്ടിനെയും കൂട്ടിയിട്ട് ഒരു പെണ്ണിങ്ങനെ പോകുമ്പോ ഫഖ്തഫതുഹു ഇഖാബുൻ, ഒരു പരുന്ത് വന്നിട്ട്, വലിയ പരുന്ത് വന്നിട്ട് ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കുട്ടിനെ തട്ടി ഒരൊറ്റ പറക്കല്. സുബ്ഹാനല്ലാഹ്, കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? എന്നതുപോലെ ഹസനുൽ അൻവർ തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, ഒരു പെണ്ണതിലൂടെ വിട്ടുകിടക്കുന്നു, കയ്യിലുണ്ടായ കുഞ്ഞിനെ ഒരു പരുന്ത് വന്നിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, പരുന്തിങ്ങനെ കൊണ്ടുപോയപ്പോ ഫസഅലത്തിൽ ഹസന, ഈ പെണ്ണ് എപ്രാളത്തിൽ കുഞ്ഞിനല്ലേ പരുന്ത് കൊണ്ടുപോകുന്നത്, പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാ, ഈ പെണ്ണ് ഉടനെ അവിടെയുണ്ട്. ഹസനുൽ അൻവർ തങ്ങള് വലിയ ആലിമാണ്, വലിയ സയ്യിദാണ്, ദുആക്ക് ഇജാബത്തുള്ള ആളാണ്.
അവരോട് ഈ പെണ്ണ് പറയുന്നു, അയദുല്ലാഹ തആല ബിറദ്ദിഹി, എന്റെ കുഞ്ഞിനെ ഇപ്പൊ അല്ലാഹ് മടക്കി തരണം, അള്ളാഹിനോട് ദുആ ചെയ്യണം, എന്റെ കുഞ്ഞിനെ മടക്കി തരണം, അള്ളാഹിനോട് ദുആ ചെയ്യണം. ഫറഫഅ യദൈഹി ഇലസ്സമാ, ഹസനുൽ അൻവർ തങ്ങൾ അഥവാ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പ കൈ ഇങ്ങനെ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ്. വദഅ റബ്ബഹു, റബ്ബിനോട് ദുആ ചെയ്തു. പഠിച്ചോനെ, ഈ പെണ്ണിന്റെ കുഞ്ഞിനെ ഒരു പരുന്ത് കൊണ്ടുപോയല്ലോ, ഇപ്പൊ തിരിച്ചു കൊടുക്കണം, ഇപ്പൊ തിരിച്ചു കൊടുക്കണം. അല്ലാഹ് ഫൈദാ ബിൽ ഖാബി ഖദ് അൽഖ സഗീറ മിൻ ഗൈരി അൻ യദുറഹു ശൈഉൻ, കൊണ്ടുപോയ പരുന്ത് ഒരു ഇടങ്ങേറുമാക്കാതെ ആ കുട്ടിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് അതാ മുമ്പിൽ വെക്കുന്നു. ഹസനുൽ അൻവർ തങ്ങൾ ദുആ ചെയ്തതാണ്. അങ്ങനെ തന്നെ കൊണ്ടുപോയ പരുന്ത് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് മുമ്പിൽ വെക്കുന്നു. ഫഅഖദതുഹു ഉമ്മുഹു, ആ ഉമ്മ ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്തിനായി ചരിത്രം പറഞ്ഞേ? മുജാബുദ്ദഅവത്താണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. അപ്പൊ ദുആക്ക് ഉത്തരം കിട്ടുന്നെന്ന് അറിയിക്കാൻ വേണ്ടി ആ ദുആന്റെ കഥയാണ് ഇവിടെ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരിമാരെ. അപ്പൊ ഹസനുൽ അൻവർ തങ്ങൾ മുജാബുദ്ദഅവ, വലിയ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. മാത്രല്ല, ഒരു സയ്യിദുൽ ഹസൻ റിവായത്തും ഫി സുനനിൻ നസായി, ഈ ഹസനുൽ അൻവർ എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പയാകുന്ന ഹസനുൽ അൻവർ എന്ന ബാപ്പയുണ്ടല്ലോ, ആ ബാപ്പക്ക് കുറെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസുണ്ട്, അങ്ങനെ കുറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാ, ഹദീസ് ഉദ്ധരിച്ച മഹാനാണ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഹസനുൽ അൻവർ തങ്ങള് അതാ വലിയ മഹാനായി ജീവിച്ചു. വകാന കരീമൻ ഹലീമൻ, അങ്ങനെ അത്താ മുദിയ ബിഖസായിദ കസീറ ലികറമിഹി വഇൽമിഹി. മഹാനായ ഹസനുൽ അൻവർ തങ്ങളെ കുറിച്ചിട്ട് എത്രയോ മഹത്വം പിൻകാല പണ്ഡിതന്മാര് പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പനെ കുറിച്ച് എത്രയോ മഹത്വം പിൻകാലക്കാര് പറഞ്ഞിട്ടുണ്ട്. അർഹമുറാഹിമായ റബ്ബ് അവരെ ഹക്കുകൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്തിലാക്കണേ റബ്ബേ, നീ സലാമത്തിലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പൊ ഞാൻ പറഞ്ഞത് വലിയ ദുആക്കുത്തരമുള്ള ആളായിരുന്നു. അങ്ങനെ ആ ഹസനുൽ അൻവർ തങ്ങളെ മകളാണ് ബീബി നഫീസത്തുൽ മിസ്രിയ. ഇനി നോക്ക് നിങ്ങൾ, ഞാൻ ഇതുവരെ പറഞ്ഞത് ആരെയാണ്? നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പനെ കുറിച്ചാണ്. ഇനി കേട്ടോളൂ ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഇനി മകളെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഈ സരസ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സരസാണ്. കാരണം മഹദിയായ നഫീസത്തുൽ മിസ്രിയാനെ പറഞ്ഞാല് ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ആ മഹദിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സരസിൽ ഒരുമിച്ച് കൂടിയ ആണുങ്ങളുണ്ട് ഇവിടെ, 100 കണക്കിന് ഉമ്മമാരുണ്ട്. ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട്, നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാവങ്ങളെല്ലാം നീ പൊറുക്കണം റഹ്മാനേ, ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനേ. മരണം വരെ ഞങ്ങളെ ആഫിയത്ത് നീ നിലനിർത്തണം റബ്ബേ. ആഫിയത്തിന് ഒരു കോട്ടവും നീ വരുത്തല്ല അല്ലാഹ്. നമ്മളെ സരസിൽ രോഗികളുണ്ട്. ഈ സരസ് പിരിയുമ്പോ നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ പെണ്ണുങ്ങള് എന്താണോ നമ്മളെ തടിന്റെ അകത്തുള്ള രോഗങ്ങള്, ഈ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് അത് നീ ശിഫയാക്കണം റഹ്മാനേ. ഉമ്മമാരെ ശരിക്കും കേട്ടോളൂ, നഫീസത്തുൽ മിസ്രിയാനെ പഠിക്കണം. ഇനി അവിടുത്തെ ചരിത്രം പറയാണ്. ഇതുവരെ ബാപ്പന്റെ ചരിത്ര പറഞ്ഞത്. അതാ ഉലിദത് ബി മക്കത്തൽ മുകറഫ് മുശറഫ, നഫീസത്തുൽ മിസ്രിയാനെ പ്രസവിച്ചത് മക്കയിലാണ്. മക്കയിലാണ് ജനനം. 45 വ 100
145 മഹദി ജനിക്കുന്നത്. ഹിജറ 145 ജനിക്കുന്നു. ഹിജറ 11 റസൂലുള്ളാഹി വഫാത്താകുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി പോയ കൊല്ലത്തിന്റെ പേരല്ലേ ഹിജറ കൊല്ലം എന്ന് പറയുന്നത്. നമ്മുടെ ഹിജറ വർഷം എന്ന് പറയുന്നത് റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ കൊല്ലത്തിനാണ്. അപ്പൊ ഹിജറയുടെ 11 വർഷമല്ലേ റസൂലുള്ളാഹി വഫാത്താകുന്നത്. എന്നാ റസൂലുള്ളാഹി വഫാത്തായിട്ട് 135 കൊല്ലം ജനിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. റസൂലുള്ളാഹി വഫാത്തായിട്ട് 135 കൊല്ലം കഴിഞ്ഞപ്പോൾ ജനിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. എന്നാൽ നിങ്ങൾ നോക്ക്, 145 നഫീസത്തുൽ മിസ്രിയ ജനിക്കുന്നത്. എന്നാലോ ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന ഷാഫി തങ്ങളെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഇമാമാണ്. ആ ഇമാമുന ഷാഫി തങ്ങളെ ജനിക്കുന്നത് ഹിജ്റ 150 ഹിജ്റ 150 ഷാഫി ഇമാമ് ജനിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ 145. ഞാൻ ഇത് പറയുന്നതിനാ, ഷാഫി ഇമാമിന്റെ നഫീസത്തുൽ മിസ്രിയന്റെ ചരിത്രം പിന്നെ പറയാനുണ്ട്. രണ്ടും ഒരേ നാട്ടിൽ ജീവിച്ചവരാണ്. ആ ചരിത്രം നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അവിടെ എത്തുമ്പോ ഓർമ്മ വേണം, നഫീസത്തുൽ മിസ്രിയ 145 ജനിക്കുന്നു, ഷാഫി ഇമാമ് 150 ജനിക്കുന്ന. അപ്പൊ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട് അല്ലെ? മരണം പിന്നെ പറയാം. എപ്പോഴാ ജനിക്കുന്നത്? യൗമുൽ അർബിആ, ബുധനാഴ്ച ജനിക്കുന്നു. ബുധനാഴ്ച എപ്പോഴാ ജനിക്കുന്നത്? റബീഉൽ അവ്വൽ 11. റബീഉൽ അവ്വൽ 11 ഒരു ബുധനാഴ്ച. സുബ്ഹാനല്ലാഹ്, മക്കയിൽ വെച്ചാണ് ജനിക്കുന്നത്. അങ്ങനെ വബഖിയത്ത് ബി മക്കത്തിൽ മുകറമ, അങ്ങനെ മക്കയിൽ തന്നെ അവർ ജീവിച്ചു. മക്കയിൽ ജീവിച്ചു. അങ്ങനെ അത്താ ബലഗത്ത് 5 അവാമിൽ, അങ്ങനെ 5 വയസ്സായപ്പോൾ, 5 വയസ്സായപ്പോ സുബ്ഹാനല്ലാഹ്, 5 വയസ്സായപ്പോ അതാ മഹദി അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. വയസ്സ് 5 സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടുന്ന് ഹത്താ സഹിബഹ അബൂഹാ മാ ഉമ്മിഹാ, നഫീസത്തുൽ മിസ്രിയ അവിടുത്തെ ബാപ്പന്റെ കൂടെ ഉമ്മന്റെ കൂടെ. ഉമ്മാരാണ്? സൈനബ ബിൻത് ഹസൻ. ഉമ്മാന്റെ പരമ്പര കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നേരത്തെ ബാപ്പന്റെ പരമ്പര പറഞ്ഞല്ലോ, ഉമ്മാന്റെ പരമ്പര ഇൻഷാ അല്ലാഹ് പറയും. അങ്ങനെ ഉമ്മാന്റെ പേര് സൈനബ എന്നാണ്. നഫീസത്തുൽ മിസ്രിയാന്റെ ഉമ്മന്റെ പേര് സൈനബ എന്നാണ്. ആ സൈനബ എന്ന ഉമ്മാന്റെ കൂടെ ബാപ്പയാകുന്ന ഹസനുൽ അൻവറിന്റെ കൂടെ 5-ാമത്തെ വയസ്സായപ്പോൾ അവർ യാത്ര പോയി. എവിടത്തേക്ക്? ഇൽ മദീനത്തിൽ മുനവ്വറ. നഫീസത്തുൽ മിസ്രിയാന്റെ 5-ാമത്തെ വയസ്സ്. ആ വയസ്സായപ്പോ കുഞ്ഞിനെയും കൂട്ടി ഉമ്മയും ബാപ്പയും അതാ മദീനയിലേക്ക് പോകുന്നു. അങ്ങനെ നഫീസത്ത് ഇൻതഖലത് മഅബിഹാ ഉമ്മിഹാ മിൻ മക്കത്തിൽ മുകറമ ബഅദ 5 അവാമി മിൻ വിലാദത്തിഹാ ഇൽ മദീനത്തിൽ മുനവ്വറ. പ്രസവിച്ച് 5 വയസ്സ് പൂർത്തിയായപ്പോ ഉമ്മയും ബാപ്പയും കൂടിയിട്ട്, രണ്ടുപേരും കുഞ്ഞിനെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് യാത്ര പോകുന്നു. പിന്നീട് മദീനയിൽ താമസമാക്കുന്നു. ആ ചെറിയ പെൺകുട്ടി മദീനയിൽ ജീവിക്കുന്നു. വനശഅത് ബിൽ മദീനത്തി ഫിൽ ഇബാദത്തി വസ്സഹാദ. പിന്നീട് 5-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോയ പെൺകുട്ടി, കുട്ടി അങ്ങ് വലുതാകുന്നു. ഹത്താ വനശഅത് ബിൽ മദീന. ഈ കുട്ടി മദീനയിൽ വളരുകയാ. നഫീസത്തുൽ മിസ്രിയ മദീനയിൽ വളരുകയാ. എങ്ങനെയാ വളരുന്നത്? ഫിൽ ഇബാദ, വല്ലാത്ത ഇബാദത്ത്. കുട്ടിക്കാലത്ത് തന്നെ ഭയങ്കര ഇബാദത്താണ്. വസ്സഹാദ, ദുനിയാവിനോട് തീരെ ബന്ധമില്ലാതെ, ദുനിയാവിനോട് തീരെ ബന്ധമില്ലാതെ, ദുനിയാവിൽ തീരെ ബന്ധമില്ലാതെ വളരെ നല്ല ആത്മീയ ജീവിതം മദീനയിൽ പോയി പെണ്ണങ്ങനെ ജീവിക്കുകയാണ്. കുട്ടിക്കാലത്ത് തന്നെ തസൂമുന്നഹാർ. നഫീസത്തുൽ മിസ്രിയക്ക് കുട്ടിക്കാലത്ത് തന്നെ നോമ്പാണ്. എപ്പോ? റമദാനിലല്ല, പകല് മുഴുവനും നോമ്പ്. വതഖുമുൽ ലൈല, രാത്രി മുഴുവനും നിസ്കാരം. കുട്ടിക്കാലത്ത് തന്നെ. സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലത്ത് തന്നെ പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരമാണ്. അങ്ങനെ വകാനത്ത് ലാ തുഫാരിഖു ഹറമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
മദീനയിൽ ജീവിക്കുമ്പോ റസൂലുള്ളാന്റെ റൗദനെ വിട്ടുപിരിയൂല. റസൂലുള്ളാന്റെ റൗദയിൽ തന്നെ പുള്ളിയാണല്ലോ, റസൂലുള്ളാന്റെ പുള്ളി ചള്ളിയാണല്ലോ നഫീസത്തുൽ മിസ്രിയ. മദീനയിൽ താമസിക്കുമ്പോ റസൂലുള്ളാനെ വിട്ടുപിരിയൂല. ഹബീബായ തങ്ങളുടെ ഹറമിൽ തന്നെ, റൗദയിൽ തന്നെ രാത്രി മുഴുവനും ഇബാദത്ത്, പകൽ മുഴുവനും നോമ്പ്, അങ്ങനെ മദീനയിൽ കഴിഞ്ഞുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി തീർന്നില്ല. അന്ന് മദീനയിൽ, മദീനത്തെ പള്ളിയിൽ വലിയ വലിയ മഹാന്മാര് ദർസ് നടത്തുന്ന കാലയാ. വലിയ മഹാന്മാര് ദർസ് നടത്തുന്ന കാലാണ്. മദ്ഹബിന്റെ ഇമാമായ മാലിക് ഇമാമൊക്കെ ദർസ് നടത്തുന്ന കാലാ മദീനയില്. അങ്ങനെ വലിയ 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 പണ്ഡിതന്മാര് റസൂലുള്ളാഹിന്റെ ഹദീസ് ദർസ് നടത്തുന്ന കാലാണ്. ഫകാനത് തദ്ഹബു ഇലൽ മസ്ജിദിൻ നബവിയ്യി വതസ്മഉ ഇലാ ശുയൂഖിഹി. എന്നിട്ടോ മഹദിയായ നഫീസത്തുൽ മിസ്രിയ മദീനയിലെ ദർസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ശരിക്കും ഹദീസ് പഠിക്കും, റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിക്കും. വതസ്മഉ ഇലാ ശുയൂഖിഹി. അവിടെ ഇൽമു ചൊല്ലിക്കൊടുക്കുന്ന വലിയ വലിയ മഹാന്മാരില്ലേ, അവിടെ നിന്ന് ഹദീസ് പഠിക്കും, അവിടെ നിന്ന് ഇൽമു പഠിക്കും. അല്ലാഹ് വതലഖൽ ഹദീസ വൽ ഫിഖ്ഹ മിൻ ഗിൽമാനി ഹത്താ ഹസലത് അലാ ലഖബി നഫീസത്തുൽ ഇൽമി. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ ഇൽമു പഠിച്ചിട്ട് പിന്നെ കുട്ടികൾക്കെല്ലാം നഫീസത്തുൽ മിസ്രിയ ഇൽമു പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നഫീസത്തുൽ മിസ്രിയാന്റെ അടിക വളർന്ന മക്കളില്ലേ, ഇൽമു പഠിച്ച അവിടുത്തെ വിദ്യാർത്ഥികളായി വന്ന മക്കളില്ലേ, ആ മക്കൾക്ക് പറയുന്ന പേരെന്താണ്? നഫീസത്തുൽ ഇൽമു. നഫീസത്തുൽ ഇൽമു. ആ കുട്ടിക്ക് ഇൽമു കിട്ടിയ നഫീസത്തുൽ ഇൽമു, നഫീസാന്റെ ഇൽമു, നഫീസാന്റെ ഇൽമു. ഓ, ആ നാട്ട നമ്മൾ അതൊക്കെ തായിരതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊക്കെ തായിരതങ്ങളെ ഇൽമു, തായിരതങ്ങളെ മക്കളെന്നൊക്കെ പറയില്ലേ. ഈ പറയുന്നത് പോലെ അന്ന് നഫീസത്തുൽ മിസ്രിയാന്റെ കാലത്തുള്ള കുട്ടികൾ മുഴുവൻ ഇൽമു പഠിക്കുന്ന മഹദിന്റെ അരികെ വന്നിട്ടാ ആര് ചോദിച്ചാ പറയും അത് നഫീസത്തുൽ ഇൽമു, നഫീസ ബീബിന്റെ ഇൽബാൻ. അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എപ്പോ? ഖബല അൻ തസില ലിസിന്നി സിവാജി. ഇത് കല്യാണത്തിന്റെ വയസ്സ് എത്തുന്നതിന് മുമ്പത്തെ കഥയാ പറഞ്ഞത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പത്തെ കഥയാ പറയുന്നത്. നഫീസത്തുൽ മിസ്രിയ കല്യാണം പിന്നെയാണ് കഴിയുന്നത്. അപ്പൊ കല്യാണം കഴിയുന്നത് മുമ്പ് തന്നെ രാത്രി മുഴുവനും നിസ്കാരാണ്, പകൽ മുഴുവനും നോമ്പാണ്. കുട്ടിക്കാലത്ത് പോയി ഹദീസ് പഠിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന വലിയ വലിയ മഹാന്മാരെ ദർസ് കേൾക്കുകയാണ്. എന്നിട്ട് മഹദി കുട്ടികൾക്ക് ഇൽമങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. എത്രയോ കുട്ടികളെ ദീനിലായി ഇൽമു പറഞ്ഞു കൊടുത്ത് വളർത്തുകയാണ്. ആ കുട്ടികൾക്ക് പറയുന്ന പേരെന്നെ നഫീസത്തുൽ ഇൽമു എന്നാണ്. ഇതൊക്കെ നഫീസത്തുൽ മിസ്രിയ നമുക്കെന്ന് പഠിച്ച ഇൽമാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഖബല അൻ തസില ലിസിന്നി സിവാജി. ഓ, കല്യാണത്തിന്റെ വയസ്സെത്തുന്നതിന് മുമ്പാണ്. നോക്കൂ നിങ്ങള്. എന്നിട്ട് കാലത്ത് സൈനബു ബിൻതി യഹ്യൽ മുതവ്വജ്, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയാന്റെ ആങ്ങളന്റെ മോള് ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പേരും സൈനബ എന്നാണ്. നഫീസത്തുൽ മിസ്രിയാന്റെ ആങ്ങളന്റെ മോള് സൈനബ. അപ്പൊ സൈനബ നഫീസത്തുൽ മിസ്രിയ എന്താ വന്നു? കുഞ്ഞുമ. നമ്മുടെ നാട്ടിൽ കുഞ്ഞുമാന്നു അമ്മായി എന്ന് പറയും. അപ്പൊ സൈനബാന്റെ നഫീസത്തുൽ മിസ്രിയാന്റെ ഒരു ആങ്ങളന്റെ മോളുണ്ട്, സൈനബ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ആ സൈനബ എന്ന് പറയുന്ന പെണ്ണ് ഈ നഫീസത്തുൽ മിസ്രിയാക്ക് 40 കൊല്ലം ഖിദ്മത്തെടുത്ത പെണ്ണാണ്. 40 കൊല്ലം തന്റെ കുഞ്ഞുമാക്ക്, തന്റെ അമ്മായിയാകുന്ന നഫീസത്തുൽ മിസ്രിയാക്ക് സ്വന്തം ആങ്ങളന്റെ മോള് ഖിദ്മത്തെടുത്തിട്ടുണ്ട്. ആ ഖിദ്മത്തെടുത്ത സൈനബ പറയാണ് ആരെക്കുറിച്ച്? അതാ നഫീസത്തുൽ മിസ്രിയാനെ പറ്റി പറയാണ്. കാനത്ത് അമ്മത്തി, എന്റെ കുഞ്ഞുമ്മ ആയിരുന്നു, എന്റെ അമ്മായി ആയിരുന്നു. തഹ്ഫദുൽ ഖുർആന, ഖുർആൻ ഇഫ്ലാക്കിയ മഹദിയായിരുന്നു. ഖുർആൻ ഇഫ്ലാക്കിയ മഹദിയായിരുന്നു. വതഫ്സീറുഹു, ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ച ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഇഫ്ലാക്കിയ ഉമ്മയാണ് നഫീസത്തുൽ മിസ്രിയ. ഖുർആൻ മനപ്പാഠമാക്കിയ ഉമ്മയാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളും മനപ്പാഠമാക്കിയ ഉമ്മയാണ്. വെറും ഖുർആൻ പാടാക്കിയത് മാത്രമല്ല, അതിന്റെ വ്യാഖ്യാനം പഠിച്ച പെണ്ണാണ്.
വകാനത് തഖറഉൽ ഖുർആന, നഫീസത്തുൽ മിസ്രി ഇങ്ങനെ ഖുർആൻ ഓതും. ആ ഖുർആൻ ഓതുമ്പോ അർത്ഥം അറിയുമല്ലോ, അർത്ഥടക്കം പഠിച്ച പെണ്ണല്ലേ. അങ്ങനെ ഖുർആൻ ഓതുമ്പോ തബിക്കീ, ഓരോ ആയത്തിങ്ങനെ ഓതുമ്പോ അതങ്ങനെ കേട്ട് കരയുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ ഓരോ ആയത്തും ഇങ്ങനെ കേട്ട് കരയുകയാ. കാരണം മഹദിക്ക് അർത്ഥമറിയാം, ഇഫ്ലാക്കിയ മഹദിയാണ്, അർത്ഥവും പഠിച്ച മഹദിയാണ്. അതിന്റെ അർത്ഥം കേട്ട് ഇങ്ങനെ കരയുന്നു. ഉമ്മമാര് മെല്ലെ കുറച്ച് സലാത്തിയല്ല സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അവ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഖുർആൻ മനപ്പാടമാക്കിയ ഉമ്മയാണ്. ആരാ പറയാ? സ്വന്തം ആങ്ങളന്റെ മോളാകുന്ന സൈനബ എന്നൊരു സഹോദരി നഫീസത്തുൽ മിസ്രിയക്ക് 40 കൊല്ലത്തോളം ഖിദ്മത്തെടുത്ത ഉമ്മയാണ്. ആ ഉമ്മ പറയുന്നു, ഖുർആൻ ഓതി ഇങ്ങനെ കരയുന്നു. ഇനി നോക്ക്, നഫീസത്തുൽ മിസ്രിയയുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവാണ്. ഇനി കല്യാണത്തിന്റെ പ്രായമെത്തി. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല, എത്രയോ മഹത്വം പറയാനുണ്ട്. നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാം, നാളെ തീർക്കണമല്ലോ. തസവ്വജ ബിനഫീസത്ത, നഫീസ ബിബിയെ കല്യാണം കഴിച്ചത് ആരാണ്? ഇസ്ഹാഖ് ഇബ്നു ജഅഫർ സാദിഖ് ഇബ്നു മുഹമ്മദ് ബാഖിർ ഇബ്നു അലി സൈനുൽ ആബിദീൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ തങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഹസൻ തങ്ങളെ പരമ്പരയാ വായിച്ചത്. റസൂലുള്ളാഹിന്റെ പേരമൊക്കെ ഹസൻ ഹുസൈൻ, റസൂലുള്ളാഹിന്റെ പുള്ളിയാണല്ലോ ഹസൻ ഹുസൈൻ. ആ ഹസൻ ഹുസൈന്റെ പരമ്പരപ്പെട്ട ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയാണ് നേരത്തെ നമ്മുടെ നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പാന്റെ പരമ്പര പറഞ്ഞത്. ഇനി അവിടെ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിള ഹുസൈൻ പരമ്പരയാണ്, ഹുസൈൻ പരമ്പര. അപ്പൊ റസൂലുള്ളാഹിന്റെ പുള്ളിയാകുന്ന ഹുസൈൻ, അവരെ മകനാരാ? പിന്നെ അലി സൈനുൽ ആബിദീൻ, അവരെ മകനാരാ? മുഹമ്മദ് ബാഖിർ, അവരെ മകനാരാ? ജാഫർ സാദിഖ്, അവരെ മകനാകുന്ന ഇസ്ഹാഖ് എന്നവരാണ് നഫീസത്തുൽ മിസ്രിയാനെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഈ നഫീസത്തുൽ മിസ്രിയാന്റെ പരമ്പര ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയാണ്, ഭർത്താവിന്റെ പരമ്പര ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയാണ്. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോന്റെ 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 മോൻ ഇസ്ഹാഖ് എന്നവരാണ് നഫീസത്തുൽ മിസ്രിയാനെ കല്യാണം കഴിക്കുന്നു. രണ്ടും വലിയ സയ്യിദന്മാരാണ്. കെട്ടിയ ഭർത്താവും ഭയങ്കരം സയ്യിദാണ്. നഫീസത്തുൽ മിസ്രിയാന്റെ ബാപ്പയും വലിയ സയ്യിദാണ്. നഫീസത്തുൽ മിസ്രിയും വലിയ ബീവിയാണ്. എല്ലാം തങ്ങന്മാരെ പരമ്പരയാണ്. അങ്ങനെ വകാന മിൻ അഹ്ലി സ്വലാഹി വൽ ഖൈരി വൽ ഫദ്ലി വദ്ദീൻ. ഈ ഇസ്ഹാഖ് എന്നവരാരാണ്? മിൻ അഹ്ലി സ്വലാ, വലിയ നന്മയുടെ ആളാണ്. വൽ ഖൈർ, ഖൈറിന്റെ അഹ്ലുകാരിൽപ്പെട്ടവരാണ്. വൽ ഫദ്ലി വദ്ദീൻ, വലിയ പവറുള്ള, വലിയ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വലിയ സയ്യിദാണ് ഇസ്ഹാഖ് എന്നവര്. അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങൾ വിളിക്കൽ എങ്ങനെയെന്നറിയോ? ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്നാ വിളിക്കല്. ഇസ്ഹാഖുൽ മുഅ്തമിൻ, വിശ്വസ്തനായ ഇസ്ഹാഖ്. ചതിയില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ഇസ്ഹാഖുൽ മുഅ്തമിൻ, വിശ്വസ്തനായ ഇസ്ഹാഖ് എന്നാണ് പേര്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവര് ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതനാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങൾ നോക്ക്, അതാ നഫീസത്തുൽ മിസ്രിയാനെ കല്യാണം കഴിച്ച ഇസ്ഹാഖ് എന്നോര്. ആ ഇസ്ഹാഖ് എന്നോര് കല്യാണം കഴിച്ചപ്പോ വവലദത്ത് സയ്യിദത്തു നഫീസ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ഇസ്ഹാഖ് എന്ന ഭർത്താവല്ലേ കല്യാണം കഴിച്ചത്. അതിലൂടെ 2 മക്കളുണ്ടായിട്ടുണ്ട് നഫീസത്തുൽ മിസ്രിയാക്ക്. ആരാണ് മക്കള്? അതേ, ഒരു ആണും ഒരു പെണ്ണും. മോന്റെ പേരാണ് ഖാസിം. ഖാസിം എന്നാണ് നഫീസത്തുൽ മിസ്രിയാന്റെ മോന്റെ പേര്.
മോള് ഉമ്മു കുൽസൂം എന്നാണ് മോളെ പേര്. ഉമ്മു കുൽസൂം, റസൂലുള്ളാഹിക്ക് ഉമ്മു കുൽസൂം ഉണ്ടല്ലോ അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തില്. അതാ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽപ്പെട്ട നഫീസത്തുൽ മിസ്രിയാന്റെ ഭർത്താവാകുന്ന ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, ഇവരിൽ ജനിച്ചത് 2 മക്കളാണ്. ഒരു കുട്ടിന്റെ പേര് ഖാസിമി എന്നാണ്, മറ്റൊരു കുട്ടിന്റെ പേര് ഉമ്മു കുൽസൂം എന്നാണ്. ശേഷം അവര് പ്രസവിച്ചിട്ടില്ല, 2 കുട്ടികൾ മാത്രാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ നഫീസത്തുൽ മിസ്രിയാക്ക് കല്യാണ പ്രായമെത്തിയപ്പോൾ അത്താ വസലത്ത് സിന്നു സിവാജി, അങ്ങനെ കല്യാണ പ്രായമെത്തിയപ്പോ കുറെ ഭർത്താക്കന്മാര് വന്നിട്ടുണ്ട്. എല്ലാവരെയും ബാപ്പ ഹസൻ അൻവർ തട്ടുന്നു, വേണ്ട വേണ്ട വേണ്ട. അവസാനം ഇസ്ഹാഖുൽ എന്ന് പറയുന്ന ഈ തങ്ങൾ വന്നപ്പോ സുബ്ഹാനല്ലാഹ് ഒന്നും പറഞ്ഞില്ല. കാരണം ഇസ്ഹാഖുൽ മുഅ്തമിനെ കുറിച്ച് ബാപ്പക്കറിയാം. കല്യാണം കഴിച്ചു കൊടുത്തു. സുഹൃത്തു സഹോദരിമാരെ, അങ്ങനെ ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന വലിയ സയ്യിദ്, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന വലിയ ബീവി കല്യാണം കഴിച്ചിട്ട് 2 മക്കളായിട്ട് അവരിങ്ങനെ റാഹത്തോടെ ജീവിക്കുന്നു. അല്ലാഹ്, ഇനി കല്യാണം കഴിഞ്ഞതിന്റെ ശേഷവും നഫീസത്തുൽ മിസ്രിയാക്ക് ഒരു മാറ്റമില്ല. ഇവിടെയാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ നാട്ടില് ഇയാൾ വേണ്ടി പറയുന്ന ഇപ്പൊ ഉസ്താദെ, നമ്മളെ അയൽവാസിന് ഒരു പെണ്ണുണ്ട് ഉസ്താദെ. എങ്ങനത്തെ പെണ്ണെന്നറിയോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണ്. ഇപ്പൊ അങ്ങനെ പെൺകെട്ട് പറയല്. ഇപ്പൊ പെൺകെട്ട് പറയില്ല, എങ്ങനെ? തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണ് എന്നറിയാള് കേട്ടപ്പോ ഞമ്മ നമ്പിയേനെ നേറെന്ന് പറഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ തഹജ്ജുദ് പോയിട്ട് സുബഹി തന്നെ ഇല്ല, പിന്നെ സുബഹി തന്നെ ഇല്ല. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ? കല്യാണം കഴിഞ്ഞ അന്ന്, നിക്കാഹിന്റെ അന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണല്ലേ, പക്ഷേ നിക്കാഹിന്റെ അന്നത്തെ ദിവസം ആ പെണ്ണ് ളുഹ്ർ നിസ്കരിച്ചോ? പുതിനാരി പെണ്ണ് ളുഹ്ർ നിസ്കരിച്ചോ? പുതിനാരി പെണ്ണ് അസ്ർ നിസ്കരിച്ചോ? ഇല്ല. എന്തേ? അത് 15,000 മേക്കപ്പാണ്. അത് വെള്ളം കൊണ്ടാ പ്രശ്നമാണ്. 15,000 വെള്ളത്തിൽ ഒഴുകി പോവുകയാണ്. അപ്പൊ മേക്കപ്പിന്റെ കാരണം കൊണ്ട് ഒതു തട്ടിയാ വെള്ളം പോകും. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച പെണ്ണ് കല്യാണത്തിന്റെ അന്നത്തെ ദിവസം ഓക്ക് ളുഹ്ർ വേണ്ട, ഓക്കന്ന് അസ്ർ വേണ്ട, മഗ്രിബും വേണ്ട, ഇശാവും വേണ്ട. രാത്രി ഭർത്താവ് വീട്ടുകൂടാൻ വരുന്നത് വരെ അതേ മേക്കപ്പിൽ അവള് നിൽക്കുന്നില്ലേ? വെള്ളം തട്ടിയാ മേക്കപ്പ് പോവൂലേ? നമ്മളെ നാട്ടിന്റെ കഥയാ പറയുന്നത്. എത്ര വലിയ നല്ല പെണ്ണായി ശരീഅത്ത് പഠിച്ചിട്ട് നല്ല ജീവിതം ജീവിച്ച പെണ്ണാണെങ്കിലും കല്യാണം കഴിക്കലൂടെ എല്ലാം പോയി. ഇതാണ് നമ്മളെ നാട്ടിൽ കാണുന്നതെങ്കിൽ വഹിമാത്തിൽ ക്ലാസ്സിൽ വന്ന ഉമ്മമാരെ നഫീസത്തുൽ മിസ്രിയാനെ കല്യാണം കഴിച്ച കഥയല്ലേ പറയുന്നത്. ഇനി പറയുന്ന ജീവിതം നിങ്ങൾ കേട്ടോളൂ. സുബഹി ഖളാക്കിയതല്ല കേട്ടോ, ദുഹ്ർ ഖളാക്കിയ ചരിത്രമല്ല പറയുന്നത്. കല്യാണം കഴിക്കലോടുകൂടെ റബ്ബിലേക്ക് പിന്നെ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതാ മഹാന്മാര് പറയുന്നത് കണ്ടില്ലേ? നേരത്തെ പറഞ്ഞ ആ സൈനബ എന്ന പെണ്ണില്ലേ, ആങ്ങളന്റെ മോള്, ആ സൈനബ പറയാണ് നഫീസത്തുൽ മിസ്രിയ തസൂമുൻ നഹാറ, ദാ കല്യാണം കഴിഞ്ഞിട്ടും പകല് നോമ്പാണ്. വതഖൂമുൽ ലൈല, രാത്രി ഇബാദത്ത് തന്നെയാണ്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ തന്നെയല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രാത്രി മുഴുവനും നിസ്കാരം, പകൽ മുഴുവനും നോമ്പ്. കല്യാണം കഴിഞ്ഞിട്ടും ഒരു മുടക്കവും മഹദിക്കില്ല. കാലത്ത് സൈനബു, ഈ സൈനബ് പറയാണ്, സൈനബാരാ നഫീസത്തുൽ മിസ്രിയുടെ ആങ്ങളന്റെ മോള്. മഹദി പറയുന്നു, ഖദംതു അമ്മത്തി നഫീസ 40 സന, ഞാൻ എന്റെ കുഞ്ഞുമാക്ക് 40 കൊല്ലം ഖിദ്മത്ത് കൊടുത്തു. എന്റെ കുഞ്ഞുമാക്ക്, എന്റെ അമ്മായിക്ക് ഞാൻ 40 കൊല്ലം ഖിദ്മത്ത് എടുത്തു. ഫഖാലത്ത്, ആ ഖിദ്മത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടതെന്താ? ഫമാ റഅയ്തുഹാ നാമത്ത് ബിലൈലിൻ, ഞാൻ നഫീസത്തുൽ മിസ്രിയാനെ രാത്രി ഉറങ്ങുന്നത് കാണുന്നില്ല. ഫമാ റഅയ്തുഹാ നാമത്ത് ബിലൈലിൻ, 40 കൊല്ലം ഖിദ്മത്തെടുത്ത ആങ്ങളന്റെ മോള് പറയാണ്, കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല.
അതിന്റെ അർത്ഥം ചിലപ്പോഴൊക്കെ ഒരു അല്പസമയം ഉറങ്ങിയിട്ടുണ്ടാകാൻ ഞാൻ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയാണല്ലോ. ചിലപ്പോ കുറച്ച് ഉറങ്ങിയിട്ട് ഈ ഭാഗത്ത് എടുത്താൽ ഞമ്മ പറയും അയാൾ രാത്രി ഉറങ്ങുന്നേ ഇല്ലാന്നൊക്കെ പറയാറില്ലേ? അല്ല, തീരെ ഉറങ്ങിയ ഭർത്താവ് കല്യാണം കഴിച്ചപ്പോ ഭർത്താവിന്റെ കൂടെ വിശ്രമിച്ചില്ല, അതും പ്രശ്നം തന്നെയല്ലേ. പക്ഷെ മാരി ഞാൻ കണ്ടിട്ടില്ല എന്നർത്ഥത്തിന് അർത്ഥം എന്താ? തീരെ ഉറങ്ങുന്നതായി കണ്ടിട്ട് ഒരല്പൊക്കെ വിശ്രമിച്ചിട്ടുണ്ടാകാം, തീരെ ഇല്ല എന്നർത്ഥം പറയാൻ പറ്റൂല. എന്നാൽ സൈനബ ഉമ്മ പറയുന്നു, ഞാൻ നഫീസത്തുൽ മിസ്രിയാനെ കണ്ടിട്ടില്ല, നാമത്ത് ബിലൈൽ, രാത്രി ഉറങ്ങുന്നത് കണ്ടിട്ടില്ല, വല അഫ്തറത്ത് ബിനഹാർ, പകൽ നോമ്പ് മുറിക്കുന്നതും കണ്ടിട്ടില്ല, പകൽ നോമ്പ് മുറിക്കുന്നതും കണ്ടിട്ടില്ല. ഫഖുൽതു ലഹാ, ഞാൻ ഖിദ്മത്ത് എടുക്കുന്ന കാലം ഒരു ദിവസം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, അമാ തറഫിഖീനി ബിനഫ്സിക്, ഉമ്മാ സ്വന്തം ശരീരത്തിന് ഒരൽപ്പം ഇളവ് ചെയ്തുകൂടെ? ശരീരത്തിനോട് ഒരൽപ്പം ഇളവ് ചെയ്തുകൂടെ? രാത്രി മുഴുവനും നിസ്കാരല്ലേ, പകൽ മുഴുവനും നോമ്പല്ലേ, എന്തിന് ശരീരത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? സൈനബ ചോദിക്കാണ്, അമ്മായി എന്തിന് ശരീരത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? രാത്രി മുഴുവനും നോമ്പല്ലേ, രാത്രി മുഴുവനും ഇബാദത്തല്ലേ, പകൽ മുഴുവനും നോമ്പല്ലേ, ഈ ശരീരത്തിൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്ത്? കുറച്ചൊക്കെ വിശ്രമം കൊടുത്തൂടെ? കുറച്ചൊക്കെ ശരീരത്തിന് വിശ്രമം കൊടുത്തൂടെ എന്ന് സൈനബ ചോദിക്കുമ്പോ ആങ്ങളന്റെ മോട് ചോദിക്കുമ്പോ ഫഖാലത്ത്, നഫീസത്തുൽ മിസ്രിയ പറഞ്ഞ മറുപടി, ഓ ഹിമ്മാത്തില് ക്ലാസ്സിന് വന്ന ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയാന്റെ മറുപടി എന്താണ്? കൈഫ അർഫഖു ബിനഫ്സി, ഞാൻ എങ്ങനെ എന്റെ ശരീരത്തിനോട് മയം കാണിക്കും? ഞാൻ എങ്ങനെ എന്റെ ശരീരത്തിന് ഇളവ് കൊടുക്കും? എന്റെ മുമ്പിൽ എത്ര കടമ്പകളാണ് വരാനുള്ളത്, എന്റെ മുമ്പിൽ എന്തൊക്കെ വരാനുണ്ട്. മരണം വരാനില്ലേ എന്റെ മുമ്പിൽ ഖബർ വരാനില്ലേ, എന്റെ മുമ്പിൽ മഹ്ശറ വരാനില്ലേ, സിറാത്ത് പാലം വരാനില്ലേ, സ്വർഗം നരകം വരാനില്ലേ, എന്റെ മുമ്പിൽ എത്ര കടമ്പകളാണ് വരാനിരിക്കുന്നത്. ഇതൊക്കെ വരാനിരിക്കുമ്പോ ഞാൻ എന്റെ ശരീരത്തിന് ഇളവ് കൊടുക്കാനോ? എനിക്കിവിടെ വിശ്രമമോ? ലാ യഖ്തഉന ഇല്ലൽ ഫായിസൂൻ, ഈ കടമ്പകളെ മുറിച്ചു കടക്കാൻ വിജയിച്ചവർക്കല്ലാണ്ട് സാധ്യമല്ലല്ലോ. ഖബറും മരണവും, ഖബറും മഹ്ശറയും സ്വർഗവും നരകവും സിറാത്ത് പാലവും ഇതൊക്കെ വിട്ടുകടന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ അത് വിജയിച്ചവർക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. ഞാൻ ഏതിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ വിജയിച്ചവരോ അല്ലെന്ന് എനിക്കറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ വിശ്രമിക്കാനാ? ഓ ക്ലാസ്സിന് വന്ന ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയാന്റെ വല്ലാത്ത മറുപടി ഈ ക്ലാസ് എടുക്കുന്ന എന്റെ കൽബിൽ തട്ടുന്ന വാക്കാണത്, നിങ്ങളെയും കൽബിലേക്ക് തട്ടേണ്ട വാക്കാണത്. ഞങ്ങൾ എങ്ങനെ വിശ്രമിക്കും? എന്റെ മുമ്പിൽ കുറെ കടമ്പകൾ വരാനുണ്ട്. ഏറ്റവും വലിയ കടമ്പ മരണമാണല്ലോ, ശേഷം ഖബറാണല്ലോ. അതിനങ്ങോട്ട് പോയാൽ പിന്നെ മഹ്ശറ വരാനുണ്ടല്ലോ, അവിടെ സിറാത്ത് പാലമുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ, വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ലല്ലോ. ഇതൊന്നും ഇല്ലെന്ന് വിശ്വസിച്ചാൽ അവര് മുസ്ലിമേ അല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതൊക്കെ നമുക്കും വരാറുണ്ടല്ലോ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ പറയാണ്, കൈഫ അർഫഖു ബിനഫ്സി, ഞാൻ എന്റെ ശരീരത്തിനോട് എങ്ങനെ ഇളവ് ചെയ്യാനോ? ഞാൻ എങ്ങനെ എന്റെ ശരീരത്തിനോട് ഇളവ് ചെയ്യും? എന്റെ മുമ്പിൽ കുറെ കടമ്പകൾ വരാനുണ്ട്. മരണവും ഖബറും മഹ്ശറയും മിസാബും ഒക്കെ വരാനുണ്ട്. ലാ യഖ്തഉഹുന്ന ഇല്ലൽ ഫായിസൂൻ, വിജയിച്ചവർക്കല്ലാതെ അതൊന്നും വിട്ടുകിടക്കാൻ കഴിയൂലല്ലോ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നഫീസത്തുൽ മിസ്രിയാന്റെ ഈ ചോദ്യം നമ്മളെ കൽബിൽ തട്ടുന്നതാണ്.
റബ്ബാണ്. അല്ലാ, ഞങ്ങളെല്ലാവരെയും നീ സലാമത്താക്കി തരണേ റബ്ബേ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പൊ നമ്മൾ ജീവിതത്തിലും ഇന്നത്തെ ഈ ചരിത്രം പഠിച്ചിട്ട് നമ്മളെ ശരീരത്തിലും ഒരു മാറ്റമുണ്ടാകണം. നമുക്കും വിശ്രമം വേണ്ട. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് റമദാൻ 13 ഖത്തം എത്ര തീർന്നു? ഖത്തം എത്ര തീർന്നു? മറുപടി പറയണ്ട, മനസ്സിൽ ചിന്തിച്ചാ മതി. ഖത്തം എത്ര തീർന്നു? റമദാൻ 13 എത്ര ദിക്റ് ചൊല്ലി, എത്ര സ്വലാത്ത് ചൊല്ലി. രാത്രി മുഴുവൻ ആയാത്താക്കന് പോട്ടെ, ആ ശുദ്ധിയുള്ള സമയത്ത് അത്താഴത്തിന് എഴുന്നപ്പോ ഒന്ന് തഹജ്ജുദ് നിസ്കരിച്ചോ? നഫീസത്തുൽ മിസ്രിയ പറയുന്നതിന്റെ മുമ്പിൽ കുറെ കടമ്പകൾ വരാനുണ്ട്. അതിനെ വിട്ടുകിടക്കാൻ വിജയിച്ചവർക്കല്ലാണ്ട് സാധ്യല്ല. അതുകൊണ്ട് എനിക്ക് വിശ്രമം വേണ്ട. ദുനിയാവിൽ എനിക്ക് വിശ്രമമില്ല. നമ്മളും ഇത് വലിയ പാഠമാണ്. നമുക്കും ചിന്തിക്കാനാണ് ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. അവരെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ജീവിതം നന്നാക്കി എല്ലാ കടമ്പകളും വിട്ടുകിടന്ന് വിജയത്തിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനി നിങ്ങൾ നോക്ക്, തീർന്നില്ല. നഫീസത്തുൽ മിസ്രിയ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ വെറും നിസ്കാരമായിട്ട് കഴിഞ്ഞുകൂടിയ മാത്രയാ അങ്ങനെ ഉണ്ടാവും. നഫീസത്തുൽ മിസ്രിയ രാത്രി മുഴുവനും ഇബാദത്ത്, പകൽ മുഴുവനും നോമ്പെന്നല്ലേ പറഞ്ഞത്? വെറും നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് തസ്ബീഹിന്റെ മാല ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാ നിസ്കാരപ്പായിൽ മാത്രം എന്നാണോ? കേട്ടോളൂ, നഫീസത്തുൽ മിസ്രിയാന്റെ പ്രവർത്തനം നോക്കും നിങ്ങൾ. നഫീസത്തുൽ മിസ്രിയാക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയാക്ക് സ്വത്തുണ്ട്, മുതലുണ്ട്. മഹദി തന്റെ മുതല് ചെലവാക്കുന്നത് തളർവാദം പിടിച്ചവർക്ക്, രോഗികൾക്ക്, മൊത്തം ജനങ്ങൾക്ക്. കണ്ടോ, അല്ലാഹു തആല കൊടുത്ത സമ്പത്തിനെ തളർവാദം പിടിച്ച് കടക്കുന്നവരുണ്ട് വീട്ടില്, അവർക്ക് ചെലവാക്കും. അതുപോലെ രോഗികളായി കഴിയുന്നവരുണ്ട്, അവർക്ക് ചെലവാക്കും. മൊത്തം ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും. അങ്ങനെ വലിയ ധർമ്മം ചെയ്ത് ജീവിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അല്ലാഹു തആല കൊടുത്ത സമ്പത്തുകൾ മുഴുവനും രോഗികളെ തേടിപ്പിടിച്ച് രോഗികൾക്ക് വേണ്ടി ചെലവാക്കി. സുബ്ഹാനല്ലാഹ്. വലമ്മാ വറദ ശാഫിഈ മിസ്റ, അങ്ങനെ നഫീസത്തുൽ മിസ്രിയ പിന്നീട് പോയി മിസ്റിൽ താമസിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് ശാഫി ഇമാം മിസ്റിലേക്ക് വരുന്നുണ്ട്. ആ ചരിത്രം പിന്നെ പറയാം. അങ്ങനെ മിസ്റിലേക്ക് വന്നപ്പോ പിന്നെ ഷാഫി ഇമാമിനും വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു നഫീസത്തുൽ മിസ്രിയ. ഷാഫി ഇമാം മിസ്റിലേക്ക് വന്നു. ഇൽമിന്റെ കേന്ദ്രമാണ് ഷാഫി ഇമാം, ഇൽമിന്റെ പ്രചാരകരാണ് ഷാഫി ഇമാം. ഷാഫി ഇമാം മിസ്റിലേക്ക് വന്നതാണ്, വേറെ നാട്ടിൽ നിന്ന് വന്നതാണ്. ആ വന്ന ഷാഫി ഇമാം മിസ്റിൽ ജീവിക്കുമ്പോ ഇൽമുമായുള്ള ഒരേ ഒരു ബന്ധം മാത്രമാണ്, വേറൊന്നും മൂപ്പർക്കില്ല. ഷാഫി ഇമാമിനിക്ക് വേറൊന്നുമില്ല. ആ ഷാഫി ഇമാമിനിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുത്തത് നഫീസത്തുൽ മിസ്രിയ. വലിയ പാടാണ്. താഹിർ തങ്ങൾ ഉസ്താദ് ദർസ് നടത്തുമ്പോ എല്ലാം ചെയ്തു കൊടുത്തത് നമ്മളെ പെണ്ണുങ്ങളാണെന്ന് പറയണ്ടേ? ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങള് ലോകത്തിന്റെ ഇമാമാണ് ഷാഫി ഇമാം. കേവലം 54 കൊല്ലം മാത്രം ജീവിച്ച് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല ജനങ്ങൾക്കും ആവശ്യമായ മസലകൾ മുഴുവനും എഴുതി വെച്ച ഷാഫി ഇമാമുണ്ട്. ലോകം കണ്ട പണ്ഡിതനാ. ഷാഫി ഇമാമിനിക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്താണ് നഫീസത്തുൽ മിസ്രിയ. എന്തൊരു ഭാഗ്യാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്തൊരു ഭാഗ്യാണ് അല്ലെ? അങ്ങനെ ഒരു മഹാനെ സഹായിക്കാൻ അവസരം കിട്ടിയാൽ ആ ഷാഫി ഇമാമിന്റെ കിതാബല്ലേ ഈ കാണുന്ന കിതാബൊക്കെ, നിങ്ങൾ ഇരിക്കുക, പെണ്ണുങ്ങൾ ഇരിക്കുന്ന അലമാരൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ അപ്പുറത്തിന്റെ അതിന്റെ എത്ര ഇപ്പുറം ഉണ്ട്. ഇതൊക്കെ ഷാഫി ഇമാമിന്റെ ഷാഫി മതവുമായി ബന്ധപ്പെട്ട കിതാബാണ്. എത്ര ലക്ഷക്കണക്കിന് അങ്ങനത്തെ അലകളുണ്ട്. അതിന്റെ അപ്പുറം 100-200 പെണ്ണുകരിക്കുന്നതിന് അങ്ങനത്തെ അലകളുണ്ട് ഈ കിതാബ്. ഇത്ര മാത്രം കാണുന്ന നമ്മുടെ മുമ്പിൽ മാത്രമല്ല, ഇതൊക്കെ ആരെ കിതാബാ? ഷാഫി മദ്ഹബ് അംഗീകരിച്ചുള്ള കിതാബായി കാണുന്നത്. ലക്ഷക്കണക്കിന് കിതാബ് കേട്ടോ. ഈ ഷാഫി ഇമാമിനെ
ആവശ്യമായ സൗകര്യങ്ങളൊക്കെ മിസ്ർ ചെയ്തു കൊടുത്ത ഉമ്മാന്റെ പേരാണ് നഫീസത്തുൽ മിസ്രിയ. നമുക്കും ഇത് പറയാൻ കഴിയണം. താഹിർ തങ്ങൾ ഉസ്താദിന്റെ ദർസിന് സഹകരിച്ച പെണ്ണ് കട്ടത്തിർക്കത്തെ നഫീസ. നമ്മൾ മിസ്രിയാന്റെ നഫീസാനെ കുറിച്ചല്ലേ പറയുന്നത്. നമ്മളെ നാട്ടിലെ നഫീസന്മാര്, നമ്മളെ നാട്ടിലെ ഉമ്മമാര് താഹിർ തങ്ങൾ ഉസ്താദിന്റെ സ്ഥാപനത്തിന് അകമഴിഞ്ഞ് സഹായിക്കണോ? ഒന്നുമില്ല എങ്കിൽ തന്റെ മകള് പഴയ കാലത്ത് പ്രസവിക്കാൻ വേണ്ടി പോകുമ്പോ നഫീസത്തുൽ മിസ്രിയാന്റെ ബൈത്തും പാടിട്ടാണ് പ്രസവിച്ചതെങ്കിൽ ഇന്ന് നമ്മൾക്കതിൽ വിശ്വാസം കുറഞ്ഞപ്പോ മോളെ പ്രസവേദന എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ തങ്ങളെ ഹദറത്തിലേക്ക് 1 കിൻഡൽ അരി അല്ലെങ്കിൽ 50 കിലോ അരി, എന്റെ മകളെ പ്രസവം നന്നായി നടക്കണം, തങ്ങൾ ഉസ്താദിന്റെ മക്കൾക്ക് വേണ്ടി ചോറിന് എന്റെ വക 50 കിലോ അരി എന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നഫീസത്തുൽ മിസ്രിയ ലോകം അറിയപ്പെട്ട മഹാനായ ഷാഫി ഇമാമില്ലേ, ആ ഷാഫി ഇമാമിനിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഈ നഫീസത്തുൽ മിസ്രിന്റെ ഖാദിമാര സൈനബ, അത് മറക്കണ്ട. 40 കൊല്ലം ഖിദ്മത്തെടുത്ത മഹദിന്റെ പേരാണ് സൈനബ. ഖീല ലി സൈനബ. ഒരു ദിവസം ഈ സൈനബയാകുന്ന ഖാദിമത്തിനോട് മറ്റാരോ ചോദിച്ച്, മാ കൂത്തു സയ്യിദത്തുൻ നഫീസ, നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണം എന്താണ്, എന്താ ഒരു കൈക്കലെന്ത്? നമ്മൾ ചോദിക്കുമല്ലോ, ഉസ്താനി എന്ത് ചോറ്, എന്ത് ഉസ്താനി എന്ത് വേണ്ടേ എന്നൊക്കെ ചോദിക്കാറില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്തായ സൈനബ എന്നവരോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, മാ കൂത്തു നഫീസത്തു സയ്യിദ, നമ്മൾ നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണം എന്താണ്, മഹദിന്റെ ഭക്ഷണം എന്താണ്? സുബ്ഹാനല്ലാഹ്. ഖാലത്ത് കാനത്ത്. അപ്പോഴാണ് സൈനബ പറയുന്നു, നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണാണോ, നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണത്തെ കുറിച്ചാണോ ചോദിക്കുന്നത്? അല്ലാ, നഫീസത്തുൽ മിസ്രിയ കാനത്ത് തഅകുലു ഫീ കുല്ലി സലാസത്തി അയ്യാമിൻ അക്ല. 3 ദിവസത്തിലൊരിക്കോ എന്തെങ്കിലും കുറച്ച് കഴിക്കൂ. ഉമ്മമാരെ കേൾക്കുന്നുണ്ടോ? ചവിട്ടേക്ക് വിരലൊക്കല്ല, ഈ പറയുന്ന ശരിക്കൊന്ന് കേട്ടോളൂ. എന്താ? സൈനബ എന്ന ഖാദിമത്തിനോട് ചോദിക്കുകയാണ്, നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണം എന്താണ്? അപ്പോഴാണ് മറുപടി. എന്താ മറുപടി? നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണം കാനത്ത് കുലു ഫീ കുല്ലി സലാസത്തി അയ്യാമിൻ അഖിലതൻ, 3 ദിവസത്തിലൊരിക്കോ എന്തെങ്കിലും കുറച്ച് കഴിക്കൂ. എപ്പോഴും ഭക്ഷണമില്ല, 3 ദിവസത്തിലൊരിക്കോ എന്തെങ്കിലും കഴിക്കുകയാണ് നഫീസത്തുൽ മിസ്രിയ. എന്താണ് അവരൊക്കെ ജീവിതം അല്ലെ? നമ്മളിപ്പോ റമദാൻ എന്ന് പറയുന്ന മാത്രം നമ്മളെ 11 മാസത്തിന്റെ ചെലവ് റമദാനിലെ ഒറ്റ മാസത്തിന് വേണം. വേണ്ടേ? ഡയറിയിൽ എഴുതി വെച്ചോളി, നിങ്ങൾ വേണം നോക്കി. നിങ്ങൾ 11 മാസത്തിന്റെ ചെലവ് റമദാന്റെ ഒറ്റ മാസത്തിന് വേണം. വേറൊരു നോമ്പ് ഓർക്കാൻ എത്ര ചെലവ് വേണം ചിന്തിച്ചു നോക്കിയ അല്ലേ? എന്നാലോ നോമ്പ് തുറ, അതിന് പ്രത്യേക പേരുണ്ട്. നോമ്പ് തുറ, അത്താഴം, മുത്താഴം അല്ലേ? സുബ്ഹാനല്ലാഹ്. നോമ്പ് തുറന്നിട്ട് കയറ്റീന്, തറ കഴിഞ്ഞിട്ട് മുത്തായത്തിനും കയറ്റി, അത്തായത്തിനും കയറ്റി അല്ലേ? അങ്ങനെ 3 കയറ്റലിന്റെ നോമ്പാ ഇതിപ്പോ. ഇനിയിപ്പോ മഗ്‌രിബായാലൊരു നോമ്പ് തുറക്കുന്നൊരു രംഗുണ്ട്. സുബ്ഹാനല്ലാഹ്. മുക്രിക്ക എന്ന് പറയുമ്പോൾ തുടങ്ങിയതാ. അല്ലാഹു അക്ബറിന്റെ ആ എന്ന് പറയുമ്പോ ഇത്തവരെ ഉള്ളേക്കോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ മേശന്റെ പുറത്ത് ഒന്നുമില്ല, എല്ലാം തീർന്നിട്ടായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ മേശന്റെ പുറത്ത് ഒറ്റൊന്നുമില്ല. ബാങ്കിന് ഉത്തരം കൊടുക്കൽ സുന്നത്തല്ലേ? നോമ്പ് തുറക്കുന്ന ആള് ബാങ്ക് കേൾക്കുന്ന, നോമ്പ് തുറക്കുന്ന ആള് ബാങ്ക് കേൾക്കുന്നില്ല. ഇതിലെ സമൂസ പൊട്ടിക്കുന്ന തിരക്കില പിന്നെ അടുത്ത് ബാങ്ക് കേൾക്കൂല. തുടക്കത്തിൽ കെട്ടിട്ടോ, ആന്ന് കെട്ടി പിന്നെ കെട്ടിട്ടില്ല. ഇതാണ് നമ്മളെ കഥ. നിങ്ങളെ കഥ എന്ന് എന്റെ കഥ എന്നിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെന്താ? നിങ്ങളെ കഥ നിങ്ങൾ ഉണ്ടാക്കി തിന്നല്ലേ. നമ്മളെ കഥ എന്ത്? നമ്മളെ കഥ 3 മാസത്തിലൊരിക്കൽ ഉസ്താദിന് ചോറ്, അല്ലെങ്കിൽ 4 മാസത്തിന് ചോറ് അല്ലെ? 4 മാസത്തിന് ചോറാകുമ്പോ ഉമ്മാക്ക് 4 മാസത്തിന് ഒരിക്കലല്ലേ കിട്ടുന്നത്. ഈ 4 മാസത്തിന് ഒരിക്കൽ കിട്ടുന്ന ചോറിനെ വെറുതെ ആക്കാൻ പറ്റോ? ഇല്ല. എല്ലാവരും ഉമ്മാർ ഇങ്ങനെ കാര്യം നമുക്ക് എപ്പോഴും വിരുന്ന് തന്നെയല്ലേ?
ഒരു ഉമ്മക്ക് 4 മാസം രൂപയ്ക്ക് കിട്ടുമ്പോ 4 മാസത്തെ ചോറിന് ഉമ്മ ഒരുങ്ങിയിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഒരുങ്ങിയിട്ട ഭക്ഷണം ഉണ്ടാക്കുക. ഇങ്ങനെ എല്ലാ ഉമ്മാരും ഒരുക്കുമ്പോൾ നമുക്ക് എപ്പോഴും പിരിന്ന് തന്നെയല്ലേ? ഇതാ ഞങ്ങളെ അവസ്ഥ. പറഞ്ഞൊരു കാര്യമില്ല. അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. നഫീസത്തുൽ മിസ്രിയ പറയുന്നു, അതാ സൈനബ് ഉമ്മ പറയാണ്, എന്താണ് നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ മഹദി പറയുന്നു, 3 ദിവസത്തിലൊരിക്കോ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കുന്നു. ലഹാസില്ലത്തുൻ മുഅല്ലഖത്തുൻ അമാമ മുസല്ലാഹാ. ഉമ്മമാരെ കേൾക്കണം, കിടാക്കളോട് കളിക്കണ്ട, പറയുന്ന കേട്ടോളൂ. നഫീസത്തുൽ മിസ്രിയാന്റെ കഥയാ പറയുന്നു. ഈ ഭക്ഷണം 3 ദിവസത്തിലൊരിക്കൽ കഴിക്കുന്നല്ലേ പറഞ്ഞത്. ഇതാരാ കൊണ്ടുകൊടുക്കുന്നത്? ഇത് കൊണ്ടുകൊടുക്കുന്ന ആരാ? നഫീസത്തുൽ മിസ്രിയാക്ക്. അതാ മഹദി നിസ്കരിക്കുന്നതിന്റെ അമാമ മുസല്ലാഹ, നിസ്കരിക്കുന്നതിന്റെ മുമ്പില് ചെറിയൊരു പാക്കുണ്ട്, ഒരു സഞ്ചിയുണ്ട്, ഒരു തൊട്ടയുണ്ട്. ഒരു തൊട്ട അല്ലെങ്കിൽ ഒരു സഞ്ചി, ഒരു പാക്ക് അവിടെ ഉണ്ട്. എവിടെ? ഒരു ഭക്ഷണം വെക്കുന്ന ഒരു സ്ഥലം നിസ്കരിക്കുന്നതിന്റെ മുമ്പിലുണ്ട്. ഫകാനത്ത്, അതേ, ലഹാസില്ലത്തുൻ മുഅല്ലഖത്തുൻ, അവിടെ ബന്ധിപ്പിച്ചു വെച്ച ഒരു പാക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന്റെ ഒരു പാത്രമുണ്ട്. എവിടെ? അമാമ മുസല്ലാഹ, നിസ്കരിക്കുന്നതിനകത്ത് തൊട്ട് മുമ്പില് ഇങ്ങനെ ബന്ധിപ്പിച്ചു വെച്ചൊരു പാത്രമുണ്ട്. ഫകാനത്ത് കുല്ലമാ ഇഷ്തഹത് ശൈഅൻ, ഈ മഹദി എന്തെങ്കിലും എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ വജത്തഹു ഫിസ്സില്ല, ആ പാത്രത്തിൽ കൈയിട്ടാൽ ആ സാധനം അതിലുണ്ടാകും. എന്തെങ്കിലും എനിക്ക് ഭക്ഷിക്കാൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അവിടത്തേക്ക് കൈയിട്ട ആ പാത്രത്തിലുണ്ടാകും. ആരും ഭക്ഷണം കൊണ്ടുവെക്കാറില്ല, ആരും ഭക്ഷണം കൊണ്ടുവെക്കാറില്ല. ആ ഭക്ഷണം വെക്കുന്ന പാത്രത്തിൽ ഫകാനത്ത് കുല്ലമാ ഇഷ്തഹത് ശൈഅൻ, വല്ലതും വേണമെന്ന് ആഗ്രഹിച്ചാൽ വജത്തഹു ഫീസില്ല, ആ പാത്രത്തിൽ നിന്ന് അത് കിട്ടുന്നു. വകാനത്ത് അജിദു ഇൻദഹാ, അതാ വകുന്തു അജിദു ഇൻദഹാ. സൈനബ പറയുന്നു, വകുന്തു അജിദു ഇൻദഹാ, ഞാൻ നഫീസത്തുൽ മിസ്രിയാൻ അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഞാൻ കണ്ടിരുന്നു മാലാ യഖ്തുർ ബിഖാതിരി, എന്റെ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്യാത്ത ഭക്ഷണം അവിടെ ഞാൻ കണ്ടിരുന്നു. എന്റെ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്യാത്ത ഭക്ഷണം, എന്റെ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്യാത്ത ഭക്ഷണം ഞാൻ അവിടെ കണ്ടിരുന്നു. വല അഅലമു മൻ യഅതി ബിഹി, ആരാണ് കൊണ്ടുവരുന്നത് ഞാൻ അറിയൂല. ആ പാത്രത്തിന് ഭക്ഷണമുണ്ട്, ഇതാര് കൊണ്ടുവരുന്നു നമുക്കറിയില്ല, ഇതെവിടുന്ന് വരുന്നു നമുക്കറിയില്ല. എന്റെ കൽബിൽ ഉദിക്കുക പോലും ചെയ്യാത്ത ഭക്ഷണം നഫീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ ആ പാത്രത്തിലുണ്ട്. അങ്ങനെ ഫതഅജ്ജബതു മിൻ ദാലിക, ഞാനിത് കണ്ടപ്പോ അത്ഭുതപ്പെടുകയാണ്. ആരാ പറയാ? സൈനബ പറയുന്നു, ഞാനിത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, ഞാനിത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്തേ? അന്ന് കിട്ടാത്ത, അന്ന് കാണാത്ത, എന്റെ കൽബിൽ പോലും ഉദിക്കാത്ത വലിയ 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 ഭക്ഷണമാണ് അവിടെ കാണുന്നത്. മഹദി എന്തെങ്കിലും തിന്നാൻ വേണം, 3 ദിവസം ഒരിക്കലേ കഴിക്കല്, എന്തെങ്കിലും വേണമെന്ന് കുറിച്ചാൽ ആ പാത്രത്തിൽ അതുണ്ടാകും. അങ്ങനെ ഞാനിത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഫഖാലത്ത് ലീ, എന്റെ അത്ഭുതം കണ്ടപ്പോ ഒരു ദിവസം എന്നോട് നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, യാ സൈനബ്, സൈനബേ, മൻ ഇസ്തഖാമ മഅല്ലാഹി കാനൽ കൗനു ബിയദിഹി വഫീ തഅതിഹി. ഓ സൈനബ, എന്റെ പാത്രത്തിൽ പുതിയ പുതിയ ഭക്ഷണം കാണുമ്പോ അത്ഭുതമുണ്ടല്ലേ, അത്ഭുതമുണ്ടല്ലേ. മൻ ഇസ്തഖാമ മഅല്ലാഹി തആല, അള്ളാന്റെ കൂടെ ചൊവ്വായ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ, നേരായ വഴിയിലൂടെ അള്ളാന്റെ കൂടെ സഞ്ചരിച്ചാൽ,
കാനൽ കൗനു ബിയദിഹി, ലോകം മുഴുവനും പിന്നെ അവരെ കയ്യിലാ. അള്ളാഹിന്റെ കൂടെ കൂടിയാൽ പിന്നെ ലോകം മുഴുവനും ഓറ കയ്യിലാ, വേണ്ടിയത് കിട്ടും. മനസ്സിലായില്ലേ? അള്ളാഹിന്റെ കൂടെ സഞ്ചരിച്ചാല് ലോകം മുഴുവനും അള്ളാഹിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളെ കയ്യില്. അവ ലോകത്ത് എന്ത് വേണോ അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ടാവും, അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ടാവും. ലോകം ഓറ കയ്യിലാ അല്ലേ? അള്ളാഹുവിന്റെ കൂടെ സഞ്ചരിക്കണം, അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ചാൽ ലോകം മുഴുവനും പിന്നെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ലോകം അവരെ കയ്യിലാണ്. പിന്നെ എന്ത് വേണോ ആ വേണ്ടതൊക്കെ അവരെ കയ്യിലാണ്. വേണ്ടത് എവിടുന്നും എത്തിപ്പെടും. സുബ്ഹാനല്ലാഹ്. എന്നാൽ അപ്പൊ സംശയം, അപ്പൊ എവിടെ നിന്നാണ് ഈ ഭക്ഷണം? അത് അള്ള കൊടുത്തതാണ് അല്ലെ? ഈ പറഞ്ഞതിനർത്ഥം അങ്ങനെയാണ്, അള്ള കൊടുത്തതാണ് ഈ ഭക്ഷണോ. ഇനി നഫീസത്തുൽ മിസ്രിയാന്റെ റൂമില് അത്ഭുതത്തിന്റെ ഭക്ഷണങ്ങൾ കാണുന്നു, അത് അള്ള കൊടുത്തതാ. അള്ള അങ്ങനെ കൊടുക്കുവോ? ചൽപ്പി കേട്ടിട്ടുണ്ടാ? ഈ ചലപ്പിയിൽ ഒരു കൂട്ടുണ്ട്, ചൽപ്പി. മംഗല മൈക്കളക്കാർ പറയുന്ന മുക്കാ ഗണ്ടേ, ഒരു ഗണ്ട ശരിയില്ല, മുക്കാ ഗണ്ടേ. കാസർകോട്ടുകാർ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറയും, ഞങ്ങൾ ചൽപ്പി എന്ന് പറയും. മംഗളാരക്കാരും മുക്കാ ഗണ്ടേ എന്ന് പറയും. ഒരു കേട്ടിട്ടുണ്ട? നഫീസത്തുൽ മിസ്രിയാന്റെ റൂമില് അത്ഭുതത്തിന്റെ ഭക്ഷണ ഒക്ക അങ്ങനെ ഉണ്ടാവോ? അത് നടക്കൂല, അത് നടക്കൂല. ഇത് മുമ്പിൽ കൊണ്ടുവച്ച് തിന്നിട്ടായിന് നടക്കുന്നതിനെ, ഇത് മുമ്പിൽ കൊണ്ടുവച്ച് മഹദിക്ക് തിന്നിട്ടായിന്. എന്നാൽ ഇങ്ങനെ അത്ഭുതത്തിന്റെ ഭക്ഷണം റൂമിൽ ഉണ്ടാവോ? ഉണ്ടാവും, ഉണ്ടാവും. ലാ ഖറാബത ഫീ ദാലികൽ അംറിൽ ഖാരിഖ്, ഇതിൽ യാതൊരു അത്ഭുതവും ഇല്ല. നഫീസത്തുൽ മിസ്രിയാന്റെ റൂമില് കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാണ്. അത് അത്ഭുതത്തിന്റെ ഭക്ഷണമാണ്, അത് അള്ള കൊടുക്കുന്ന ഭക്ഷണമാണ്. അങ്ങനെ ഉണ്ടാകുമോ? ഖദ് അക്രമല്ലാഹു തആല കസീറൻ മിൻ ഇബാദിൽ മുക്രമീന, അള്ള എത്രയോ അടിമകളെ ഇങ്ങനെ ബഹുമാനിച്ചിട്ടുണ്ട്. വഔലിയാഹിൽ മുഅല്ലമീന, പ്രഗൽഭന്മാരായ ഔലിയാക്കളെ അള്ള ബഹുമാനിച്ചിട്ടുണ്ട്. ബിരിസ്ഖ് മിൻ ഇൻദിഹി, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട്. എത്രയുണ്ട് സംഭവം! ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ബുഖാരിയിൽ കാണാം. ഖുബൈബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയാണ്. ആ സ്വഹാബിയാകുന്ന ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് ശത്രുക്കൾ ഇങ്ങനെ കിളിവാല എത്തി നോക്കുമ്പോ മുന്തിരിങ്ങാന്റെ കൊല ഇങ്ങനെ നേരിനെ കാണുന്നു. ഏത് മുന്തിരിങ്ങ? സ്വർഗത്തിന്റെ മുന്തിരിങ്ങാന്റെ കൊല. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുന്തിരിങ്ങാന്റെ കൊല ഇങ്ങനെ നേർന്നു കിടക്കുന്നത് ആർക്ക് കാണുന്നത്? അറസ്റ്റ് ചെയ്ത ശത്രുക്കൾ കിളിവാതില്ലെങ്കിൽ എത്തി നോക്കുമ്പോ ഉള്ളിൽ മുന്തിരിങ്ങാന്റെ കൊല. കുടിക്കാൻ വെള്ളം കൊടുത്തിട്ടവർ, കഴിക്കാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എത്ര ബുഖാരിയിൽ കാണാം. ഇനി നോക്കൂ നിങ്ങൾ ഖുർആനിൽ നോക്കി, നിങ്ങൾ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ? ഖുർആനിലുണ്ട്, അല്ല ബഹുമാനിച്ചവർക്ക് അല്ലാഹു ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു. അതെ, അല്ലാഹു ഭക്ഷണം കൊടുത്തതിന്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ് ഫീ ഖിസ്സത്തി മറിയം റളിയല്ലാഹു അൻഹാ. മറിയം ബീവിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മറിയം ബീബി റളിയല്ലാഹു അൻഹ. ആരാണ് മറിയം ബീബി? അതാ മക്കളെ മുണ്ടല്ല. ആരാണ് മറിയം ബീബി? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാനെ കേട്ടിട്ടില്ലേ? മറിയം. ആ മറിയം ബീബി റളിയല്ലാഹു അൻഹ, അരേ മറിയം ബീബി ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച മോളല്ലേ മറിയം ബീബി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീബീനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി നേർച്ചയാക്കിയില്ലേ? അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മറിയം ബീബി റളിയല്ലാഹു അൻഹ, അതാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇത് ഖാലത്ത് ഇംറാത്തു ഇമ്രാന, ഇബ്രാന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീവി പറഞ്ഞു, ഗർഭിണിയാണ് ഹന്നത്ത് ബീവി. ആ സമയത്ത് ഹന്നത്ത് ബീവി പറഞ്ഞത് ഖുർആൻ പറയാണ്, ഇന്നീ നദർതു ലക മാ ഫീ ബത്നി, എന്റെ പള്ളയിലുള്ള കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. മുഹററൻ, ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. ഹന്നത്ത് ബീവി പറയാണ്, എന്റെ ബൈറ്റിന്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി നേർച്ചയാക്കി
ഇത് നഫീസത്തുൽ മിസ്രിയാന്റെ കഥയല്ല. ശ്രദ്ധിക്കണം, ഇത് നഫീസത്തുൽ മിസ്രിയാന്റെ കഥയല്ല. ഞാൻ എന്തിനാ പറയുന്നത്? നഫീസത്തുൽ മിസ്രിയാന്റെ റൂമില് അള്ളാഹു കൊടുത്തയച്ച ഭക്ഷണം കണ്ടു. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടാകും. എവിടെയുണ്ട്? അങ്ങനെ ഖുർആനിൽ തെളിവുണ്ട്. എന്താ തെളിവെന്താ? അന്നത്തി ബീബിന്റെ മകൾ മറിയം ബീബി റളിയല്ലാഹു അൻഹാ അങ്ങനെ സുബ്ഹാനല്ലാഹ് ആ അന്നത്തി ബീബി നേർച്ചയാക്കുന്നു ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി. അങ്ങനെ ആൺകുട്ടി എന്ന് വിചാരിച്ച് നേർച്ചയാക്കിയതാണ്. ഫലമ്മാ വളഅത്ഹാ, അന്നത്തി ബീബി പ്രസവിച്ചപ്പോൾ നോക്കുമ്പോ കുഞ്ഞി പെണ്ണ്. മഹദി നേർച്ചയാക്കിയിട്ട് അതിന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി നേർച്ചയാക്കിയതാ. നോക്കുമ്പോ പള്ളിയിലുള്ള കുഞ്ഞു പെണ്ണായി പോയി. ഖാലത്ത്, മഹദി പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ. മഹദി പറയാണ്, ഹന്നത്തി ബീവി പറയാണ്, പടച്ചോനെ ഞാൻ പ്രസവിച്ച കുഞ്ഞു പെണ്ണായി പോയല്ലോ. വല്ലാഹു അഅലമു ബിമാ വളഅത്, ഞാൻ പ്രസവിച്ച കുഞ്ഞ് ആരാണെന്ന് അല്ലാഹ് അറിയുമല്ലോ. വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരുപോലെയല്ലല്ലോ. ആണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് പറ്റും, പെണ്ണ് പള്ളിന്റെ ഖിദ്മത്തിന് പറ്റൂലല്ലോ. ആണും പെണ്ണും ഒരുപോലെയല്ലല്ലോ. എന്നിട്ട് പറയാണ്, വഇന്നീ സമ്മൈതുഹാ മറിയമ, ആ കുഞ്ഞിക്ക് ഞാൻ മറിയമെന്ന് പേര് വെച്ചു എന്നിങ്ങനെ സംഭവം പറയാ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഈ പെണ്ണ് അങ്ങനെ വലുതായി. മറിയം ബീബി റളിയല്ലാഹു അൻഹാ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിന്റെ അകത്ത്, ഒരു പള്ളിന്റെ പുറത്ത് ഒരു റൂമില് ഇബാദത്തുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹാ. ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോ അവിടത്തേക്ക് ഭക്ഷണമായിട്ട് പോകുന്നു ആരാ? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ അപ്പുറത്ത് ഒരു റൂമിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന മറിയം ബീബി റളിയല്ലാഹു അൻഹാ. ആ മറിയം ബീവിന്റെ അടുത്തേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഭക്ഷണമായിട്ട് ആ പെണ്ണിന്റെ ഖിദ്മത്തിനെ സക്കരിയ നബി ഏറ്റെടുത്തു. ആരെ? മറിയം ബീവിനെ. ഒറ്റക്ക് പള്ളിന്റെ അപ്പുറത്ത് ഒരു റൂമില് ഒറ്റക്കായി മറിയം ബീബി കഴിയാണ്. ഇബാദത്തില, രാത്രി മുഴുവനും നിസ്കാരം, പകൽ മുഴുവനും നോമ്പ്, ഒറ്റക്കായുള്ള ഇബാദത്താണ് ആരി മറിയം ബീബി. അങ്ങനെ റൂമിന്റെ അകത്ത് കഴിയുമ്പോ പെണ്ണല്ലേ, സംരക്ഷിക്കാൻ ഒരാൾ വേണ്ടേ? സക്കരിയ നബി ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോയിക്കോളാ എന്ന് പറഞ്ഞു. അങ്ങനെ സക്കരിയ നബി ഏറ്റെടുത്തു. കുല്ലമാ ദഖല അലിയ സക്കരിയ അൽ മിഹ്റാബ, സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണവുമായിട്ട് ഈ പെണ്ണിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നോക്കുമ്പോ ആ പെണ്ണ് താമസിക്കുന്ന മിഹ്റാബിന്റെ അടുത്തേക്ക് പോയപ്പോ വജദ ഇൻദാ റിസ്ഖ, ആടുണ്ട് നല്ല നല്ല മുന്തിയ ഭക്ഷണം റൂമിൽ കൊണ്ടുവച്ചിട്ട്. ഖുർആൻ പറയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് താമസിക്കുന്ന മറിയം ബീബി, ഇബാദത്തിൽ കഴിഞ്ഞു പോകുന്ന മറിയം ബീബിന്റെ അടുത്തേക്ക് സക്കരിയ നബി ഭക്ഷണവുമായിട്ട് പോകുമ്പോ വജദ ഇൻദഹാ റിസ്ഖ, ആടുണ്ട് നല്ല മുന്തിയ ഭക്ഷണങ്ങള്. സുബ്ഹാനല്ലാഹ്. സക്കരിയ നബി ചോദിച്ച്, യാ മറിയമു, മറിയം അന്നാലക്കി ഹാദ, ഇത് കേടുന്ന്? മട്ടൻ മന്തി ഉണ്ടല്ല, ചിക്കൻ മന്തി ഉണ്ടല്ല, യമനി മന്തി ഉണ്ടല്ല, ഇതെവിടുന്ന? പാകിസ്ഥാനി ഫുഡ് ഉണ്ടല്ല, ഇറാഖ് ഫുഡ് ഉണ്ടല്ല. യാ റബ്ബ്, എന്തെല്ലാം നോക്കി? ഇതൊക്കെ എവിടുന്ന? സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ റമദാന്റെ തൊട്ടുമുമ്പ് ഗൾഫിലായിരുന്നു. റമദാൻ 1 വന്നതാണ്. റമദാന് തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച, റമദാൻ ചൊവ്വാഴ്ചല്ലേ നമുക്ക് നോമ്പായ, തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച ജുമാക്ക് പോയപ്പോ എന്നോട് കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് ഇന്ന് ഇറാഖ് ബിരിയാണി വയ്ക്കണമെന്ന് പറഞ്ഞു. ഇറാഖ് ബിരിയാണി വയ്ക്കണം. ഇറാഖ് നാട്ടിലത്തെ ഇറാഖ് ബിരിയാണി ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. യാ റബ്ബു യാ അല്ലാഹ്, സ്വർഗന്നെ പോയണക്കെന്നെ കയറ്റി ഇരുത്താൻ 2-3 ആൾക്കാർ. ഇരുന്ന ഉടനെ കുറച്ച് സലാഡും അങ്ങനത്തെ ഒക്കെ സാധനം, അത് കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് കുടിക്കാൻ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങൾ. അങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂറായി. 3/4 മണിക്കൂറായിട്ടപ്പോൾ പിന്നെ ബിരിയാണി വന്നു. നല്ല മണ്ണിന്റെ ചട്ടിയിൽ അതിന്റെ മോള് ഫുള്ള് കെട്ടി ബന്ധാക്കിയിട്ട് ബിരിയാണി. തുറന്നു നോക്കുമ്പോ ഒരു മട്ടന്റെ പാതി. വയലെ വെള്ളം വന്ന മോനു ആസായ ഇല്ലേ? കൊതി കൂടിയണ്ട.
അങ്ങനെ പകുതി, ഒരു മട്ടന്റെ പകുതി ബിരിയാണി. യാ റബ്ബ്, ബിരിയാണിക്ക് എണ്ണയില്ല. എങ്ങനെയാ ബിരിയാണി ഉണ്ടാക്കിന് അല്ലാഹു ആലം. ഞാൻ പുതിയ ബിരിയാണി കഴിക്കാതെ വെച്ചോനാ, അന്ന് നല്ലോണം കഴിച്ചു. അങ്ങനെ ബിരിയാണി തിന്ന് ആയിട്ടാകുമ്പോൾ പിന്നെ വേറെ കുറച്ച് സലാഡുകൾ, അത് കഴിഞ്ഞ് പിന്നെ കുറെ മധുരങ്ങൾ, അത് കഴിഞ്ഞ് ലാസ്റ്റ് കുടുക്കാൻ കട്ടൻ ചായ. അങ്ങനെ എത്ര 7 or 8 പ്രാവശ്യം ഭക്ഷണം ഇറാഖ് ബിരിയാണി. കണ്ടോ? എന്തിനാ പറയുന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പില് നല്ല ഭക്ഷണം. എന്നാ ഭക്ഷണമായി പോകുന്ന ആളാരാണ്? സക്കരിയ നബി അലൈഹിസ്സലാമാണ്. സക്കരിയ നബി ചോദിക്കുന്നു, അന്നാ ലക്കി ഹാദാ, ഓ പെണ്ണേ, നിനക്കിത് എവിടെന്നാണ്? നിനക്കിത് എവിടെന്നാണ്? ഈ ഭക്ഷണം എവിടെന്നാണ്? ഇത് ഖുർആന്റെ ആയത്താ. നേരത്തെ സക്കരിയ ചരിത്രം ഖുർആൻ ആയത്തല്ല. ആടെ ഭക്ഷണം കണ്ടു ചരിത്രം പറഞ്ഞതാ. എന്ന് അങ്ങനെ ഉണ്ടാവോ എന്ന് ചോദ്യം ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ട്. മറിയം ബീബി റളിയല്ലാഹുവിന്റെ റൂമിലേക്ക് സക്കരിയ നബി പോകുമ്പോ നല്ല ഫുഡ്. ചോദിക്കുന്നത് എവിടെന്നാണ്? ഖാലത്ത്, മഹദിയായ മറിയം ബീബി പറഞ്ഞു, വമിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്, സ്വർഗീയ ഭക്ഷണമാണ്. അള്ളാഹുവിലേക്ക് ഒരാൾ അടുത്താൽ അങ്ങനെ അള്ളാന്റെ ആളായി മാറിയ പിന്നെ അള്ളാഹ് എന്തെല്ലാം കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അള്ളാന്റെ ആളായിട്ട് മാറണം. കണ്ടോ? അള്ളാഹുവിന്റെ ആളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്തൊക്കെ കൊടുക്കുമെന്ന് പറയാൻ പറ്റൂല. അതാണ് സക്കരിയ നബി അലൈഹിസ്സലാം പോകുമ്പോ മറിയം ബീവിയുടെ റൂമിൽ കാണുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ, അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്നു, ബിഗൈരി ഹിസാബ്, കണക്കും കയ്യുമില്ലാതെ അല്ല കൊടുക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങള്, എന്താണ് ആ മറിയം ബീവിന്റെ റൂമിലുള്ളത്? സുബ്ഹാനല്ലാഹ്. അതാ നമ്മളെ നാട്ടില് ഇപ്പൊ ചക്ക പിടിക്കാൻ തുടങ്ങി, മാങ്ങ വരാൻ തുടങ്ങി. കുറച്ചു ദിവസമായി മാങ്ങ ഇല്ലാതെ, അല്ലെ, ചക്ക ഇല്ലാതെ. അപ്പൊ എല്ലാ ഫ്രൂട്ടുകളും എല്ലാ സമയത്തും ഉണ്ടാകാറില്ല നമ്മുടെ നാട്ടില്. അങ്ങനെയാണ്. പക്ഷേ നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട് മറിയം ബീബിന്റെ റൂമിലുണ്ട്. നാട്ടിൽ കിട്ടാത്ത ഭക്ഷണം മറിയം ബീബിന്റെ റൂമിലുണ്ട്. നാട്ടിൽ കിട്ടാത്ത അന്ന് ആകാത്ത പഴവർഗ്ഗങ്ങള് മറിയം ബീബിന്റെ റൂമിലുണ്ട്. ചോദിക്കുമ്പോ മറിയം ബീബിന്റെ മറുപടി എന്താണ്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്നു, ബിഗൈരി ഹിസാബ്, കണക്കും കയ്യുമില്ലാതെ അല്ലാഹ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹ് കൊടുത്തുപോയി. ഇത് മറിയം ബീവിന്റെ ചരിത്രം പറയുന്നത് ഖുർആനാ. ഇനി നിങ്ങൾ നോക്ക്, തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയില്ലേ, ഇതുപോലത്തെ ഒരു സംഭവം ഫാത്തിമ ബീവിക്കുണ്ട്. ഇതുപോലത്തെ നേരത്തെ പറഞ്ഞ നഫീസത്തുൽ മിസ്രിയാന്റെ ചരിത്രം പറഞ്ഞില്ലേ? റൂമിൽ പോകുമ്പോ ഭക്ഷണം, നിസ്കരിക്കുന്ന മുമ്പിൽ നല്ല ഭക്ഷണം. മറിയം ബീവിന്റെ മിഹ്റാബിലേക്ക് പോകുമ്പോ അവിടെയും സ്വർഗത്തിന്റെ ഭക്ഷണം. എന്നാൽ റസൂലുള്ളാഹിന്റെ മകളാകുന്ന ഫാത്തിമയില്ലേ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖാമ അയ്യാമൻ ലം യത്മഅ തആമൻ ഹത്താ ശഖ്ഖ ദാലിക അലൈഹി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ഉമ്മാന്റെ വീട്ടിൽ താമസിച്ചു. കുറച്ചു ദിവസം അവിടെ നിന്ന്. ഈ ദിവസങ്ങളിൽ ഒന്നും റസൂലുള്ളാഹിക്ക് ഭക്ഷണമില്ല. കാരണം ഫാത്തിമ ബീവിന്റെ വീട്ടിൽ ഭക്ഷണമില്ല. റസൂലുള്ളാഹിന്റെ മോളെ പൊരയില് ഭക്ഷണമില്ല. റസൂലുള്ളാഹി ഭക്ഷണം ഇല്ലാണ്ട് അവിടെ നിൽക്കാണ്, ഭക്ഷണമില്ല. അങ്ങനെ ഒരു ദിവസം ഹത്താ ശഖ്ഖ ദാലിക അലൈഹി, ഇത് റസൂലുള്ളാഹിക്ക് പ്രയാസമായി പോയി. എന്റെ മോളെ പൊരക്ക് വന്നിട്ട് ഭക്ഷണം ഇല്ലാണ്ടായിപ്പോയല്ലോ പഠിച്ചോനെ. മോളെ പൊരയിൽ ഭക്ഷണമില്ല. റസൂലുള്ളാഹി തങ്ങളെ മോളെ പൊരയിൽ ഭക്ഷണമില്ല. കെട്ടിച്ചു കൊടുത്ത മോളെ പൊരക്കെത്തി വെക്കും മോളെ ദയനീയമായ രംഗം കണ്ടാൽ നിങ്ങളെ കലിപ്പ് പൊട്ടൂലേ? റസൂലുള്ളാഹിന്റെ മോളാകുന്ന അലിയാർ തങ്ങളെ വീടാകുന്ന ഫാത്തിമ ഉമ്മാന്റെ വീട്ടിൽ അഖാമ അയ്യാമൻ, റസൂലുള്ളാഹി കുറച്ചു ദിവസം നിൽക്കുന്നു. റസൂലുള്ളാഹിക്ക് ഭക്ഷണമില്ല. വല്ലാത്ത പ്രയാസമായിപ്പോയി. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. ഫത്വാഫ ഫി മനാസിലി അസ്വാജിഹി,
റസൂലുള്ള അവിടുത്തെ ഭാര്യമാരെ വീട്ടിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി. 11ഓളം ഭാര്യമാരുണ്ട്. അതിൽ ഭാര്യമാരെ വീട്ടിൽ ഇങ്ങനെ കറങ്ങിയപ്പോൾ എന്താ വാഹിദത്തിമിന്നുന്ന ചെയ്യ, ഒരു ഭാര്യമാരെ പൊല്ലൊന്നുമില്ല. മോളെ പൊല്ലൊന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മോക്ക് കൊണ്ടുകൊടുത്തരാന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാര്യമാരെ വീട്ടിലേക്ക് ഒന്ന് കയറി ഇറങ്ങി. നമുക്ക് വാടെ എന്തുമില്ല. നിങ്ങൾ നോക്കി ധാര കഥ പറയുന്നത്, കട്ടത്തിർക്കത്തെ മുഹമ്മദ് കഥയല്ല പറയുന്നത്. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഥയാ. ആ ഹബീബായ തങ്ങള് ഭാര്യമാരുടെ അടുത്തേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഒന്നുമില്ല. അങ്ങനെ എവിടെ പോയി ഒന്നും കിട്ടിയില്ല. അവസാനം ഫാത്തിമ നേരെ ഫാത്തിമാന്റെ വർക്ക് തന്നെ പോയി. അവിടെ നേരത്തെ വന്നതും അവിടെ തന്നെയാണ് പോയിട്ട് വക്കാലയാ പിന്നെ, ഓ മോളെ അല്ലിന്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ മോളെ, ഇന്നീ എനിക്ക് വിശക്കുന്നു, എനിക്ക് പൈക്കുന്നു മോളെ, എന്തെങ്കിലും ഉണ്ടോ? ഭാര്യമാരടുത്തേക്ക് മൊത്തം പോയിട്ട് വന്നതാണ്. നേരത്തെ ഫാത്തിമാന്റെ വീട്ടിൽ നിന്ന് പോയതാണ് റസൂലുള്ളാഹ്, ഇവിടെ ഒന്നും ഇല്ലാണ്ട് പോയതാണ്. ഭാര്യമാരെ വീട് മൊത്തം കറങ്ങി നോക്കുമ്പോ ഒന്നുമില്ല. വീണ്ടും ഫാത്തിമമ്മാന്റെ വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു, ഒന്നും ഉണ്ടോ മോളെ? കാലത്ത് മഹദി പറഞ്ഞു, ലാ, ഒന്നുമില്ല വാപ്പാ, വല്ലാഹി ഒന്നുമില്ല വാപ്പാ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഫലമാ ഖറജ മിൻ ഇന്ദിഹാ, അങ്ങനെ റസൂലുള്ളാഹി തങ്ങള് ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയപ്പോൾ ബഅസത്ത് ഇലൈഹാ ജാറത്തുൽ ലഹാ ബിറഗൈഫൈനി വഖിതഅത്തുൽ ലഹ്മിൻ. അങ്ങനെ റസൂലുള്ളാഹി ഫാത്തിമ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഫാത്തിമാന്റെ അയൽവാസികാരിയായ ഒരു പെണ്ണ് 2 പത്തലി കഷ്ണവും കുറച്ച് അർച്ചിന്റെ കഷ്ണവും ഫാത്തിമ ഉമ്മാന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. എങ്ങനെ? 2 പത്തലും ഒരൽപ്പം അറച്ചും ഫാത്തിമ ഉമ്മാന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. ആരാ കൊടുത്തയക്കുന്നത്? ജാറത്തുൻ, ഒരു അയൽവാസിയായ പെണ്ണ് അതാ കൊടുത്തയക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഫാഖദതുഹു മിൻഹാ, അതേ അയൽവാസിന്റെ വക്കൽ നിന്നിട്ട് അതങ്ങ് പിടിച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഫാഖദതുഹു മിൻഹാ, ആ റൊട്ടിനെ പിടിച്ചു. എന്നിട്ട് ഫവളഅതു ഫീ ജഫനത്തില്ലഹാ, അവള് സാധാരണ ഭക്ഷണം വെക്കുന്ന ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ അതിനെ വെച്ചു. വഖാലത്തു വല്ലാഹി ലഊതിറന്ന ബിഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ നഫ്സി വമിൻ ഇന്ദി, ഞാൻ ഈ കിട്ടിയ 2 റൊട്ടിയും കുറച്ച് അർച്ചി കഷ്ടവും അതിനൊരു പാത്രത്തിൽ വെച്ചു. എന്നിട്ട് പറയാണ്, ഇത് റസൂലുള്ളാഹിക്കല്ലാണ്ട് ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. കാരണം എന്തെങ്കിലും ഉണ്ടോന്ന് നേരത്തെ കേട്ട് പോയതല്ലേ. റസൂലുള്ളാഹിക്കല്ലാണ്ട് ആർക്കും കൊടുക്കൂലെന്ന്. വകാനൂ ജമീഅൻ മുഹ്താജീന ഇലാ തആമിൻ, എല്ലാവർക്കും ഭക്ഷണം പോണം. റസൂലുള്ളാഹിന്റെ മോക്ക് ഭക്ഷണം പോണം, അപ്പുറത്ത് 10 ഭാര്യമാരുടെ ഓർക്ക് ഭക്ഷണം പോണം, റസൂലുള്ളാഹിക്ക് ഭക്ഷണം പോണം. അയൽവാസി കൊടുത്തയച്ച 2 പത്തരി കഷ്ടവും കുറച്ച് അർച്ചി കഷ്ടം കൊടുത്തയച്ചു, വേറൊന്നും കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ റസൂലുള്ളാഹി വരട്ടെ. അങ്ങനെ അതാ റസൂലുള്ളാഹി വന്നപ്പോൾ ഫബഅസത് ഹസൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ഉമ്മ പറഞ്ഞയച്ചു ഇലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പറഞ്ഞയച്ചു. ഹസൻ തങ്ങളെ പറഞ്ഞയച്ചു. ഫാത്തിമ ഉമ്മ ബാപ്പാനെ വരാൻ പറയും. അങ്ങനെ ബാപ്പ വന്നു, നേരത്തെ പോയതാണ്. ഫറജഅ ഇലൈഹാ, റസൂലുള്ളാഹി ഫാത്തിമ ഉമ്മാന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ഫഖാലത്ത് ലഹു, വന്നപ്പോ റസൂലുള്ളാഹിനോട് മകൾ പറഞ്ഞു, ബിഅബി അൻത വ ഉമ്മി, എന്റെ ബാപ്പ, ഖദ് അത്തല്ലാഹു ബിശൈഇൻ, അല്ലാഹു തനിക്ക് കുറച്ച് ഭക്ഷണം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹ് കുറച്ച് ഭക്ഷണം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹലുമ്മീ, ഇങ്ങ് കൊണ്ടാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഇങ്ങ് കൊണ്ടാ. ഫാത്തിമ ഉമ്മ എന്താ പറഞ്ഞേ? അല്ലാഹ് കുറച്ച് ഭക്ഷണം തന്നിന് ബാപ്പ, കുറച്ച് ഭക്ഷണം തന്നിന് പറഞ്ഞു. ആ പാത്രത്തിൽ ഇട്ട് വെച്ചിന്. എന്നിട്ടുള്ള 2 പത്തരി കഷ്ണം, 1 കഷ്ണം അർച്ചി.
2 പത്തരി കഷ്ണം, 1 കഷ്ണം. ഇത് മറക്കണ്ട. അങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് റസൂലുള്ളാഹിനെ വരാൻ പറഞ്ഞതാ. അങ്ങനെ ഹബീബായ തങ്ങള് വന്നിട്ട് ഹലുമ്മീ, ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്. കാലത്ത് മഹദി പറയുന്നു ഫഅതൈതുഹു ബിൽ ജഫ്ന, ആ ഭക്ഷണം ഇട്ടു വെക്കുന്ന വലിയ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിനുള്ളിൽ 2 പത്തരി കഷ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ ആ പാത്രത്തിന് അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. റസൂലുള്ളാഹ് ഫകശഫ അൻഹാ, പാത്രത്തിന്റെ മൂട് തുറന്ന്, എന്തുള്ള 2 പത്തരി കഷ്ടവും 1 ഇറച്ചി കഷ്ടവും ഉള്ളതാ. റസൂലുള്ളാഹ് പാത്രം തുറന്നു നോക്കുമ്പോൾ ഫൈദാ ഹിയ മംലൂഅത്തുൽ ഖുബ്സൻ വലഹ്മാ, പാത്രം നിറയെ പത്തലി, പാത്രം നിറയെ ഇറച്ചിക്കറി. അല്ലാഹ്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഫാത്തിമ കൊണ്ടുവച്ചപ്പോ നിറയെ ഭക്ഷണമാ കൊണ്ടുവച്ചത്. 2 പത്തലി കഷ്ണം, ചെറിയൊരു ഇറച്ചിന്റെ കഷ്ണം. അല്ലാഹു അല്ലാഹ്, നിറയെ ഭക്ഷണമാണ്. ഫലമ്മാ നളറത് ഇലൈഹാ, ആ മഹദി പാത്രത്തിലേക്ക് നോക്കുന്നു. വഅറഫത് അന്നഹാ ബറകത്തും മിനല്ലാഹ്, മഹദി ഉറപ്പിച്ചു പോയി ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടിയ ബറകത്താണ്. ഫഹമിദത്തില്ലാഹ, പെണ്ണ് ഈ പാത്രം കണ്ടപ്പോ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ പാത്രം കണ്ടപ്പോ പറഞ്ഞു പോയി അൽഹംദുലില്ലാഹ് വസല്ലത്ത് അലാ നബിയിഹി, റസൂലുള്ളാഹിക്ക് സ്വലാത്തും ചൊല്ലി, അൽഹംദുലില്ലാഹ് പറഞ്ഞ് റസൂലുള്ളാഹിക്ക് സ്വലാത്തും ചൊല്ലി. അല്ലാഹ്, ഈ പെണ്ണിന്റെ ഫാത്തിമ ഉമ്മയുടെ അത്ഭുതം കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, മോളെ മിൻ ഐന ലക്കി ഹാദാ, മോളെ ഇത് എവിടെന്നാണ് മോളെ ഈ ഭക്ഷണം എവിടെന്നാണ് മോളെ? റസൂലുള്ള ചോദിക്കാണ്, ഈ ഭക്ഷണം എവിടെന്നാണ് മോളെ? പാത്രം നിറയെ ഭക്ഷണമാണ്, ഇത് എവിടെന്നാണ് മോളെ? അപ്പോഴാണ് മകള് പറയുന്നു, ഖുൽതു യാ അബതി, ബാപ്പാ ഹുവ മിൻ ഇൻദില്ലാഹ്, ഈ ഭക്ഷണം അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ് ബാപ്പാ, അല്ലാഹ് തന്നതാ. കണ്ടില്ലേ, ഫാത്തിമ ഉമ്മാക്ക് ഭക്ഷണമില്ലാതെ റസൂൽ അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് ഭക്ഷണത്തിന് വേണ്ടി. അയൽവാസി ഒരു പത്തരി കഷ്ടം കൊടുത്തയച്ചതാണ്, ചെറിയൊരു ഇറച്ചി കഷ്ടം കൊടുത്തയച്ചതാണ്. റസൂലുള്ളാഹിനെ വരാൻ പറഞ്ഞു, ഹസൻ തങ്ങളെ പറഞ്ഞയച്ചിട്ട് വരാൻ പറഞ്ഞു. അല്ലാഹ്, അങ്ങനെ വന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ റസൂലുള്ള വന്ന് പാത്രം കൊണ്ടുവച്ചു നോക്കുമ്പോ നിറയെ ഭക്ഷണമാ. ഇത് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോ മകളാകുന്ന ഫാത്തിമന്റെ മറുപടി എന്താണ്? ഹുവ മിൻ ഇൻദില്ലാഹ്, ഈ ഭക്ഷണം യജമാനനായ റബ്ബിന്റെ പക്കൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ 3 ചരിത്രം പറഞ്ഞു. നമ്മൾ എവിടെയാ ചരിത്രം വെച്ചത്? നഫീസത്തുൽ മിസ്രിയാന്റെ ഭക്ഷണം എന്താണെന്ന് സൈനബ എന്ന സഹോദരന്റെ മകളോട് ചോദിച്ചപ്പോ നഫീസത്തുൽ മിസ്രിയാനെ കുറിച്ച് സൈനബ എന്ന പെണ്ണ് പറയുന്നത് 3 ദിവസത്തേക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കല്? നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിന് ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചതിലേക്ക് കൈയിട്ടാല് ആ പാത്രത്തിന് ഭക്ഷണം ഉണ്ടാകും. അതെവിടെ നിന്ന് കിട്ടി? അത് അല്ലാഹ് കൊടുത്തയക്കുന്ന ഭക്ഷണമാണ്. അങ്ങനെ കൊടുത്തയക്കാറുണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? മറിയം ബീവിക്കല്ല ഭക്ഷണം കൊടുത്തയച്ചത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മകളാകുന്ന ഫാത്തിമ ഉമ്മാന്റെ ഒരു പത്തരി ഇട്ട് വെച്ച 2 പത്തരി കഷ്ടം ഇട്ട് വെച്ച വലിയ പാത്രം, ആ പാത്രം റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ പാത്രം നിറയെ പത്തരിയാണ്, നിറയെ മാംസമാണ്. ഇത് കണ്ടപ്പോ ഫാത്തിമ ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിക്ക് സലാത്ത് പറഞ്ഞിട്ട് അത്ഭുതപ്പെടുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, മിൻ ഐന ലക്കി ഹാദാ യാ ബിന്യ, ഓ മോളെ ഇത് എവിടെന്നാണ് മോളെ? ഈ ഭക്ഷണം നിനക്ക് എവിടെന്നാണ് മോളെ?
അപ്പോഴാണ് ഭക്ഷണം എവിടെ നിന്ന് ചോദിക്കുന്ന സമയത്ത് ഫാത്തിമ ഉമ്മ പറയുന്ന വാക്ക് ഹുവ മിൻ ഇൻദില്ലാഹ്, ഈ ഭക്ഷണം യജമാനായ റബ്ബിന്റെ പക്കൽ നിന്നാണ് കേട്ടോ. എന്തൊരു ഭാഗ്യമതികളാണ്. 3 മഹദിമാരെ ചരിത്രം ഇവിടെ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് സമയം തീർന്നു. നാളെ നഫീസത്തുൽ മിസ്രിയാന്റെ ജീവിതം, അവിടത്തെ കറാമത്ത്. നഫീസത്തുൽ മിസ്രിയെ ഖബറ് കുഴിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിച്ചത്, ഖബറിന്റെ ഉള്ളിൽ 6000-ലധികം ഖത്തമോദി തീർത്തത് ഇൻഷാ അല്ലാഹ് നാളെ പറയും. എല്ലാവരും നാളെയും വരണം. പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ ചരിത്രം ശരിക്കുമൊന്ന് പഠിക്കണം. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ നല്ലവരിൽ പെടുത്തണം റഹ്മാനേ. നല്ല സരസാണ് നഫീസത്തുൽ മിസ്രിയാന്റെ മഹത്വം പറഞ്ഞ സരസാണ്. ഉമ്മമാര് 2 കൈയും പൊക്കി പിടിച്ചിട്ട് നല്ല മനസ്സോടെ മെല്ലെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മഹദിമാരെ ചരിത്രം പറഞ്ഞ ഈ സരസ്, 100 കണക്കിന് ഉമ്മമാര് കേട്ട ഈ സരസ്, അല്ലാഹ് മഹദിന്റെ ബറക്കത്ത് കൊണ്ട് നീ പൊരുത്തപ്പെടണം റഹ്മാനേ. ഈ സരസ് നീ പൊരുത്തപ്പെടണം റഹ്മാനേ. ഈ സരസിലേക്ക് വന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങൾ, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാര്, ഞങ്ങളാരെയും നീ വെറുതെയാക്കല്ല റബ്ബേ. നീ ഖായിബാക്കി മടക്കല്ല റബ്ബേ. നീ ഖായിബാക്കി മടക്കല്ല റബ്ബേ. നീ വെറുതെയാക്കല്ല റബ്ബേ. ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ തരണം അല്ലാ. അല്ലാ, ഞങ്ങളെ പാവങ്ങളൊക്കെ നീ പൊറുക്കണേ റബ്ബേ. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. ഈമാന് തരണേ അല്ലാ. ഇൽമു തരണേ അല്ലാ. തഖ്വ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അല്ലാ, ഞങ്ങളെ ഖൽബിന്റെ കറകളെല്ലാം നീക്കിത്തരണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് നന്നാക്കിയതുപോലെ ഞങ്ങളെ ഖൽബും നീ നന്നാക്കി തരണം റഹ്മാനെ. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സിഹത്ത് നൽകണേ അല്ലാ. ബേജാറ് തരല്ല അല്ലാ. പ്രയാസം തരല്ല റബ്ബേ. ബുദ്ധിമുട്ട് തരല്ല അല്ലാ. കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റബ്ബേ. നഫീസത്തുൽ മിസ്രിയാന്റെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണം റഹ്മാനെ. അർഹമുറാഹിമായ അല്ലാ, കല്യാണ പ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ കല്യാണം നീ ശരിയാക്കി കൊടുക്കണം റഹ്മാനെ. കല്യാണം നിശ്ചയിച്ചവരുണ്ട്, റാഹത്തിന് കഴിഞ്ഞു കൂട്ടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയാന്റെ ബർക്കത്ത് കൊണ്ട് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാര്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങള്, നമ്മളെ കുടുംബത്തിൽ പലവരും രോഗികളാണ് റബ്ബേ. ക്യാൻസർ ഉണ്ട്, ട്യൂമർ ഉണ്ട്, ഹാർട്ട് സംബന്ധമായി, കിഡ്നി സംബന്ധമായി പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നഫീസത്തുൽ മിസ്രിയാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ മാറ്റണം റഹ്മാനെ. രോഗങ്ങളൊക്കെ മാറ്റണം റഹ്മാനെ. രോഗങ്ങളൊക്കെ നീ മാറ്റണം റഹ്മാനെ. ഞങ്ങൾക്ക് പൂർണ്ണമായ ആഫിയത്ത് നീ നൽകണേ അല്ലാ. പൂർണ്ണമായുള്ള ആഫിയത്ത് നീ നൽകണം റഹ്മാനെ. അർഹമുറാഹിമായ അല്ലാ, രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാ, അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൾ മുഴുവനും ഹോസ്പിറ്റൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കല്ല റഹ്മാനെ. അല്ലാ, ഞങ്ങളെ കാക്കണം അല്ലാ. നമ്മളെ മക്കൾ, ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുക്കണം റഹ്മാനെ. പഠിക്കുന്ന മക്കൾക്ക് പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ. വിദേശത്തുള്ളവർക്ക് ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാ, മരിച്ചുപോയ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, കുടുംബത്തിന് മരിച്ചുപോയവരുണ്ട്.
മരിച്ചവർക്ക് വേണ്ടി ദുആർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് എല്ലാ ഖബറാളികൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ സിയാറത്തിന് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. അവസാനം നീ കണക്കാക്കിയ സമയം തീരുമ്പോ ഈമാനോടെ ഒന്നുകൊടുത്ത് കടന്നിട്ട് കലിമത്ത് തൗഹീദ് പലവട്ടം ചൊല്ലി സ്വർഗം കണ്ട് അല്ലാ ഹബീബായ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ, അവസാനം നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഈ ഇൽമിന്റെ സരസിന് പകരം നഫീസത്തുൽ മിസ്രിയാനെ കണ്ട് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ അവസരം നൽകണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.